ഓക്കെ, നമ്മളിനി അക്കൗണ്ട്സിന്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്ക് കുറച്ച് എക്സലിലെ ഡാറ്റകൾ തന്നിട്ടുണ്ടായിരുന്നു. അല്ലേബിൾ എന്ന് പറഞ്ഞ കമ്പനിയിലെ മൊത്തം ഡാറ്റകളാണ് നിങ്ങൾക്ക് തന്നത്, ഒരു മാസത്തെ ഡാറ്റ. ഈ ഡാറ്റ പല രീതിയിൽ അൺഓർഡർ ആയിട്ട് കിടക്കുന്ന ഡാറ്റ ആയിരുന്നു. ചിലത് അവിടെയും ഇവിടെയും കാണുന്ന ചില പേപ്പറുകളായിരുന്നു. ഈ പേപ്പറിനൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു എക്സൽ രൂപത്തിലേക്ക് മാറ്റി, ആ എക്സൽ രൂപത്തിലേക്ക് മാറ്റിയ ചെറിയൊരു സെമി സോർട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഡാറ്റയാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നത്. സെമി സോർട്ടിങ് അത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ഒരു എക്സൽ രൂപത്തിലല്ലായിരുന്നു, ഒരുപാട് പേപ്പറായിരുന്നു. ചില റെസിപ്റ്റ്സ്, ചില പേയ്മെന്റ്സ്, ചില ജേണൽസ്, ഇതിന്റെ എല്ലാം പേപ്പറുകളായിരുന്നു. ഈ പേപ്പറിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ചെറിയ രീതിയിൽ ഒന്ന് സോർട്ട് ചെയ്തു. ആ സോർട്ട് ചെയ്തിട്ടുള്ള സെമി സോർട്ടഡ് ആയിട്ടുള്ള ഡാറ്റയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ സെമി സോർട്ടഡ് ഡാറ്റയിൽ നിന്ന് നിങ്ങളോട് ശരിക്കും ഒന്ന് സോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി സോർട്ട് ചെയ്തു. സോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ട്സ് വർക്കുകൾ നമ്മുടെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിനകത്ത് നമ്മളത് കയറ്റണം. ഇപ്പൊ നമ്മൾ ആദ്യം കയറ്റുന്നത് ടാലിയിലേക്കാണ് നമ്മൾ കയറ്റുന്നത്. ടാലിയിലേക്ക് കയറ്റുന്ന സമയത്ത് ഒരു പുതിയ ഫ്രഷ് കമ്പനിയിൽ വേണം നമ്മൾ ഈ എൻട്രികൾ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ടാലി ഓപ്പൺ ചെയ്തിട്ട് നേരെ ഗേറ്റ് ഓഫ് ടാലിയിൽ പോയി ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആദ്യം ചെയ്യേണ്ട പണി ക്രിയേറ്റ് കമ്പനി എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളെ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ഉദാഹരണം യൂനുസ് LLC. നിങ്ങൾ തന്നിട്ടുള്ള കമ്പനിയുടെ പേര് അതേപോലെ ക്രിയേറ്റ് ചെയ്യാം. അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കാം. സ്റ്റേറ്റ് നമ്മൾ ഇന്ത്യ മാറിയിട്ട് UAE കൊടുക്കാം. UAE കൊടുക്കാം. സ്റ്റേറ്റ് UAEയിലെ എമിറേറ്റ്സ് ഏതിലാണോ ഈ കമ്പനി ഉള്ളത് അവിടുത്തെ കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കാം. കാരണം അതിനനുസരിച്ച് ടാക്സും കാര്യങ്ങളൊക്കെ മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുക്കാം. മൊബൈൽ നമ്പർ UAE ആയതുകൊണ്ട് 971 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ഓട്ടോമാറ്റിക് UAE ആകുമ്പോൾ AED എന്ന് പറഞ്ഞ രീതിയിലേക്ക് ഫോർമാറ്റിലേക്ക് വരും. ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുക. 1/4/25 ആണെങ്കിൽ ആ ഡീറ്റെയിൽ കൊടുക്കുക. അതിനുശേഷം നേരെ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. INR വെച്ചിട്ട് സേവ് ചെയ്യരുത്. നമ്മൾ കമ്പനി സേവ് ചെയ്യുന്ന സമയത്ത് എമിറേറ്റ്സും സ്റ്റേറ്റും രാജ്യവും ഒരിക്കലും എന്ത് ചെയ്യരുത്, മാറരുത്. ഓക്കെ, ഇത് റെഡി ആയി കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടം നമുക്ക് എന്ത് ചെയ്യുള്ളൂ, റെഡി ആയിട്ട് പോവുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കാൻ. ഇനി ഇവിടെ അക്കൗണ്ടിങ്, ഇൻവെന്ററി, ടാക്സേഷൻ 3 ഓപ്ഷൻസ് ഇവിടെ കാണിക്കും. അക്കൗണ്ടിങ്, ഇൻവെന്ററി, ടാക്സേഷൻ ഈ 3 ഓപ്ഷൻസ് കാണിക്കുമ്പോൾ ഇതിനകത്ത് അക്കൗണ്ടിങ് എന്നുള്ളത് മാത്രം എനേബിൾ ചെയ്താൽ മതി. ഇൻവെന്ററി നമുക്ക് എന്ത് ചെയ്യാം, നോ ആക്കിയിട്ട് പോകാം. കാരണം നമ്മൾ സ്റ്റോക്ക് ഇതിനകത്ത് മാനേജ് ചെയ്യുന്നില്ല. അപ്പൊ സ്റ്റോക്ക് എസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഡിഫറൻസുകൾ വരാൻ തുടങ്ങും. അതായത് സ്റ്റോക്കിന്റെ ഏരിയയിൽ, പ്രത്യേകിച്ച് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂയിലൊക്കെ എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചില ആളുകൾ ഇങ്ങനെ പറയും ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെയാണ് ഓപ്പണിംഗ് സ്റ്റോക്കിൽ വരുന്നത് എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു റീസൺ, ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് വാല്യൂ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. കമ്പനി ഫീച്ചേഴ്സിൽ പോയിട്ട് ഇൻവെന്ററി എന്ത് ചെയ്യണം, നോ ആക്കി ഇടണം. എന്നാലേ അത് കൃത്യമായിട്ടും ഓപ്പണിംഗും ക്ലോസിംഗ് സ്റ്റോക്ക്. നിങ്ങൾ സർവീസ് മേഖലകളുടെ അക്കൗണ്ട്സ് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇൻവെന്ററി എപ്പോഴും ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിനെ അത് ബാധിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. പറഞ്ഞത് ക്ലിയർ ആയോ? പല ആളുകൾക്കും സെയിം എമൗണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇൻവെന്ററി ഫീച്ചേഴ്സ് എസ് ആയി കിടക്കും എന്നുള്ളതാണ്. ഇൻവെന്ററി ഉള്ള കമ്പനിക്ക് മാത്രം ഇൻവെന്ററി എസ് ആയി. ഉദാഹരണം സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ്, അവിടെ നമുക്ക് സ്റ്റോക്കുകൾ ഉണ്ടാവും. അത്തരം കമ്പനികൾ മാത്രം എന്ത് ചെയ്യുക, ഇൻവെന്ററി എസ് ആക്കി കൊടുക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. അതിനുശേഷം വാല്യൂ ആഡഡ് ടാക്സുമായി ബന്ധപ്പെട്ട് അവിടുത്തെ TR നമ്പർ അടിച്ചു കൊടുക്കുക. TRN എന്ന് പറയുമ്പോൾ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ. UAEയിൽ എല്ലാ കമ്പനികൾക്കും TR നമ്പർ ഉണ്ടാവും. 3,75,000 ദിർഹംസിന്റെ മുകളിൽ ആനുവൽ ടേൺ ഓവർ ഉള്ള എല്ലാ ആളുകളും UAE VAT രജിസ്റ്റർ ചെയ്യൽ മാൻഡേറ്ററി ആണ്. 3,75,000 ദിർഹത്തിന് മുകളിൽ ആനുവൽ കച്ചവടമുള്ള, ആനുവൽ ടേൺ ഓവർ ഉള്ള എല്ലാ ആളുകളും വാറ്റിനകത്ത് രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അത്തരം ആളുകൾക്ക് ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്ന
നമ്പറാണ് TR എന്ന് പറയുക, ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ. ഇന്ത്യയിലെ GSTIN എന്ന് പറയുന്ന പോലെ UAE TR ആണ്. അപ്പൊ ഇന്ത്യയിൽ TR-നായിട്ട് ഇത് കണക്ട് ചെയ്യരുത്. ഇന്ത്യയിലെ GSTയുടെ TR എന്ന് പറയുമ്പോൾ ടെമ്പററി റെഫറൻസ് നമ്പർ ആണ്. UAE ഒറിജിനൽ ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ തന്നെയാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഇവിടുത്തെ TR നമ്പർ എത്രയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒരാള് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടെ. ടൈപ്പ് 100 എത്രയായിരുന്നു? 100 100 44 44 21 21 099 099 080. 080. ഇതാണോ? Yeah. യെസ്, ഓക്കെ. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ട് വേണം പോകാൻ. ഇതിന്റെ ബേസിലൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് ടാക്സ് ഫയലിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, ഇൻപുട്ട് ടാക്സ്, റെക്കവറബിൾ ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ്, എല്ലാ റിപ്പോർട്ടുകളും ഇതിന്റെ ബേസിലായിരിക്കും വരിക. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചോണം ചെയ്യാൻ. TR നമ്പർ കൊടുക്കാം. ഇതിലെന്തൊരു കുഴപ്പമുണ്ടല്ലോ? TR എൻറ്റഡ് ഈസ് ലെസ് ദാൻ 15 ഡിജിറ്റ്. എന്തൊരു ഡിജിറ്റ് കുറവുണ്ടല്ലോ. 1. ഓക്കെ, ഡിജിറ്റ് കൃത്യമായിട്ട് നോക്കണേ. ഞാനിപ്പോൾ എൻ്റർ ചെയ്ത് പോവാണ്. രജിസ്ട്രേഷൻ ഡേറ്റ് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. രജിസ്ട്രേഷൻ ഡേറ്റ് നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം. ഇതിന്റെ ബേസിലാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണത്. പീരിയഡിക്കലി, മന്ത്ലി എന്നുള്ള തന്നെയാണ് വരേണ്ടത്. നമ്മൾ നേരെ കമ്പനി ഇൻ ഡെസിഗ്നേറ്റഡ് സോണിലാണോ ചോദിക്കുന്നുണ്ട്. ഡെസിഗ്നേറ്റഡ് സോൺ ആവുന്ന സമയത്ത് കുറച്ച് നിയമങ്ങൾ മാറ്റമുണ്ട്. ഡെസിഗ്നേറ്റഡ് സോൺ എന്നല്ല, സോൺ ഫ്രീ സോണുകളൊക്കെ പറയാറില്ലേ. ഫ്രീ സോണുകൾ എന്ന് പറയുന്ന സമയത്ത് ടാക്സ് ഫ്രീ ആയിട്ടുള്ള സോണുകൾ, അവിടെ കൊടുക്കുന്ന ട്രാൻസാക്ഷന്റെ ബേസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ കമ്പനി ഫ്രീ സോണിലാണെങ്കിൽ അവിടുത്തെ ടാക്സ് ലോസ് ഡിഫറെൻ്റ് ആണ്. ഒരു ഔട്ട്സൈഡ് UAE എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യാം, ഫ്രീ സോണുകളിലെ ഡെസിഗ്നേറ്റഡ് സോണുകളിലുള്ള ആളുകളെ കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രീ സോണിലാണെങ്കിൽ എന്ത് ചെയ്യണം, ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ കമ്പനി ഫ്രീ സോൺ അല്ലാത്തതുകൊണ്ട് നോ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നേരെ സേവ് ചെയ്യാം. ഇതാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ആദ്യം നമുക്കൊരു കമ്പനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുക. കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് രാജ്യം അതേപോലെ തന്നെ എമിറേറ്റ്സ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. സ്റ്റോക്ക് നമുക്കില്ലെങ്കിൽ സ്റ്റോക്ക് നോ ആക്കി കൊടുക്കാം, അതായത് ഇൻവെന്ററി നോ ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം വാറ്റ് എസ് ആക്കി കൊടുത്ത് TR നമ്പർ കൃത്യമായിട്ടും രജിസ്ട്രേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുക്കുക. ഫ്രീ സോണുകൾ കമ്പനി ആണെങ്കിൽ യെസ് കൊടുക്കുക, ഫ്രീ സോൺ കമ്പനി അല്ലെങ്കിൽ നോ കൊടുക്കുക. ഫ്രീ സോണിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ സോണിലെ ലോസ് ആയിരിക്കും അപ്ലിക്കബിൾ ആവുക. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ടാലി കസ്റ്റമൈസ് ചെയ്ത് ആ ഒരു സംവിധാനത്തിലേക്ക് പോകും. ക്ലിയർ ആയല്ലോ? അതുകൊണ്ട് ഇത് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും. ഇതൊക്കെ ചെയ്യുന്നിടത്ത് ചില മിസ്റ്റേക്കുകൾ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന വാറ്റ് പേബിൾസ് റിസീവബിൾസിലൊക്കെ ചില വ്യത്യാസങ്ങൾ, അങ്ങനെ വ്യത്യാസം വന്നു കഴിഞ്ഞാലും ബാലൻസ് ഷീറ്റിൽ മിസ്മാച്ചിങ് വരും. ക്ലിയർ ആയല്ലോ? റെഡി ആണല്ലോ? ഫ്രീ സോൺ എന്താണ് ഫ്രീ സോൺ പറഞ്ഞത്? ഫ്രീ സോൺ എന്ന് പറഞ്ഞാൽ അറിയില്ല? ഫ്രീ സോൺ കേട്ടിട്ടില്ലേ? ഫ്രീ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഫ്രീ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE ഒരു 10, 40, 50 ഫ്രീ സോണുകളുണ്ട്. അതേപോലെ തന്നെ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് UAE-നകത്ത് പറയാം. ഒന്ന് മെയിൻലാൻഡ്, മറ്റൊന്ന് ഫ്രീ സോണുകൾ. മെയിൻലാൻഡും ഫ്രീ സോണുകളും. അപ്പം ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. നമ്മൾ ഈ ടോപ്പിക്കിന് ഏരിയയിൽ വരുന്നില്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് UAE-ലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ UAE വാറ്റിൻ്റെയും കോർപ്പറേറ്റ് ടാക്സിൻ്റെയും സ്പെഷ്യലി വിശദമായിട്ട് പറയുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് മൊത്തം UAE ആണെന്ന് വിചാരിക്കാം. ഇത് മൊത്തം UAE എന്ന് പറഞ്ഞ രാജ്യമാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ ഗവൺമെന്റ് ചില ഏരിയകളെ, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ചില ഏരിയകളെ ഗവൺമെന്റ് കണ്ടെത്തിയിട്ട്
ഇവിടെ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാനും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ 50ഓളം സ്ഥലങ്ങളുണ്ട്, ചെറിയ ചെറിയ സ്ഥലങ്ങൾ. ഇങ്ങനെ ഏറെക്കുറെ 50-നടുത്തുണ്ട്, അപ്രോക്സിമേറ്റ് പറഞ്ഞത്. കറക്റ്റ് നിങ്ങൾ ഗൂഗിളിൽ കിട്ടും. ഒരു 40 to 50, 40-50 ഇടയിൽ ഫ്രീ സോണുകളുണ്ട്. ഈ ഫ്രീ സോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഈ പറയുന്ന ഏരിയയിൽ, ഉദാഹരണം ഈ ഒരു ഫ്രീ സോണിന്റെ ഉള്ളിൽ ബൈയെ അല്ലെങ്കിൽ സെല്ല് നടക്കുന്ന സമയത്ത് ടാക്സിൽ ഇളവുകളുണ്ട്. ടാക്സിൽ ഇളവുകളുണ്ട്. അപ്പോൾ യു എയിലെ മൊത്തം ഈ പറഞ്ഞിട്ടുള്ള ഏരിയകളെ 2 കാറ്റഗറി ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് മെയിൻലാൻഡ്, യു എയിൽ പോകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. മറ്റൊന്ന് ഫ്രീ സോൺ. ഈ ഫ്രീ സോണിൽ തന്നെ DZ എന്ന് പറഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്, ഡെസിഗ്നേറ്റഡ് സോൺ. ഫ്രീലാൻഡിൽ തന്നെയാണ് ഡെസിഗ്നേറ്റഡ് സോൺ വരുന്നത്. അപ്പം യു എ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്തിനകത്താണ് ഈ പറയുന്ന ഫ്രീ സോണുകൾ എന്ന് പറയും. ഇപ്പൊ ഈ സോൺ എന്നൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ട് ഇതേപോലെ സോണ്. ആ സോണുകളെ SEZ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം, സ്പെഷ്യൽ ഇക്കണോമിക് സോൺ, SEZ. അതായത് വലിയ വികസനമൊന്നും ഇല്ലാത്ത ഒതുങ്ങിക്കിടക്കുന്ന ചില സ്ഥലങ്ങളെ നമ്മൾ കണ്ടെത്തും. സ്ഥലം കണ്ടെത്തിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, അതിന് കുറച്ച് ഫണ്ടുകളൊക്കെ കൊടുത്ത് അതിനെ ആ ഒരു ഏരിയയെ കുറച്ച് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണം, നമ്മുടെ നാട്ടിലൊരു ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടെ വല്ലാതെ ബിസിനസ്സും കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു ഏരിയ ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഗവൺമെന്റ് ആ ഏരിയനെ പിടിക്കുന്നു. എന്നിട്ട് ആ ഏരിയ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ വെള്ളം, ഇലക്ട്രിസിറ്റി, ബിസിനസ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ, റോഡുകൾ, എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്യും. സെറ്റപ്പ് ചെയ്തിട്ട് ബിസിനസ്സുകാരെ ഇൻവൈറ്റ് ചെയ്യും അങ്ങോട്ടേക്ക്. ഇവിടുന്ന് നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സിൽ ഇളവുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ വേറൊരു രാജ്യമായിട്ടാണ് ഇതിനെ, ഈ പറഞ്ഞ ഏരിയനെ ട്രീറ്റ് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇമ്പോർട്ടായിട്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എക്സ്പോർട്ടായിട്ടൊക്കെ ട്രീറ്റ് ചെയ്ത് ടാക്സിൽ ഒരുപാട് ഇളവുകൾ വരുത്തും. അത്തരം ഏരിയകളെയാണ് നമ്മൾ ഫ്രീ സോണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏറെക്കുറെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ പോലെയുള്ള ഏരിയകൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ യു എയിൽ ഈ പറയുന്ന മൊത്തം ഏരിയനെ മെയിൻലാൻഡ് ആയിട്ടും ബാക്കിയുള്ള ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ ഫ്രീ സോണുകളായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഫ്രീ സോണുകൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സാധനം വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടിംഗ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ വേറെ രാജ്യത്ത് നിന്ന് യു എയിലേക്ക് ഒരു സാധനം വരും എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് ട്രീറ്റ് ചെയ്യുക. ഇനി അതേപോലെ ഈ ഒരു ഫ്രീ സോണിൽ മെയിൻലാൻഡിലേക്കാണ് സാധനം വരുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഇതിനെ ട്രീറ്റ് ചെയ്യണത് എക്സ്പോർട്ടായിട്ടാണ് ട്രീറ്റ് ചെയ്യണത്. എക്സ്പോർട്ടായിട്ട്. ക്ലിയർ ആയല്ലോ? അപ്പം അവിടെ നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന ഏരിയയിൽ കൃത്യമായിട്ടും റെഡി ആയിട്ടില്ലെങ്കിൽ എന്തിൽ വ്യത്യാസം വരും? ഈ വാറ്റിന്റെ റെസിയോബിൾസിലും പേയബിൾസിലും വ്യത്യാസങ്ങൾ വരാം. ക്ലിയർ ആയല്ലോ? പറഞ്ഞത് ഓക്കെ ആണല്ലോ? സെറ്റായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ ആണോ? അപ്പൊ ഫ്രീ സോണുകൾക്ക് സ്പെഷ്യൽ നിയമങ്ങളാണ് യു എയിൽ. ഈ ഫ്രീ സോണിൽപ്പെട്ട കുറച്ച് ഒരു 10-15 എടുത്ത് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെസിഗ്നേറ്റഡ് സോൺ, DZ എന്ന് വിളിക്കുന്ന. ക്ലിയർ ആയല്ലോ? സെറ്റാണോ? ഓക്കെ. അപ്പോൾ എക്സ്പോർട്ടിന്റെ നിയമം, എക്സ്പോർട്ടിങ്ങിന് ടാക്സ് ഇല്ല, ഇമ്പോർട്ടിങ്ങിന് ടാക്സ് ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ 2 സാധനം യു എ എന്ന് പറഞ്ഞ ടെറിട്ടറിക്കുള്ളിലുള്ള സാധനമാണ്. പക്ഷെ ആ ഒരു സാധനത്തിന്റെ ഉള്ളിലുള്ള ഫ്രീ സോണുകൾക്ക് സെപ്പറേറ്റ് ആണ് നിയമം. ക്ലിയർ ആയില്ല? ഡെസിഗ്നേറ്റഡ് എന്ന് പറഞ്ഞാൽ സ്ട്രിക്റ്റ് ലോസ് ആണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ പോകുന്നിടത്തൊക്കെ കൃത്യമായ ചെക്കിങ്ങും കാര്യങ്ങളും അതിന്റെ പേപ്പറും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ അവിടുന്ന് ലോസ് നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ ടാലിയിലേക്ക് തന്നെ വരാം. ടാലിയിൽ നമ്മൾ ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെ ആക്കിയിട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മൾ ആ ഒരു കമ്പനിയുടെ പേരിൽ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു ബ്ലാങ്ക് പേപ്പറാണ്. ഇതിനകത്ത് ഒന്നും നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. ഈ ടാലിക്ക് അറിയത്തില്ല ഇത് ഏത് കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്തത്, ഇതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. നമ്മൾ കമ്പനിക്ക് വേണ്ടി നമ്മളൊരു പുതിയ കമ്പനി ടാലിയിൽ ഒരു വൈറ്റ് പേപ്പർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഉദാഹരണം, രമ്യന്റെ പേര് ഈ കമ്പനിയിലേക്ക് രമ്യക്ക് ഒരു പൈസ കൊടുത്തു എന്ന് വിചാരിക്കും.
ടാലിക്ക് അറിയത്തില്ലല്ലോ രമ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്നുള്ളത്, അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഈ കമ്പനിയിൽ രമ്യ എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. യൂനിസിന് ഒരു കൺസൾട്ടിങ് ഫീ കൊടുത്തു, യൂനിസിന് ഒരു കൺസൾട്ടിങ് ഫീ കൊടുത്തു എന്ന് വിചാരിക്കുക. ടാലിക്ക് അറിയത്തില്ലല്ലോ യൂനിസ് എന്ന് പറഞ്ഞ ഒരാൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത്. സാലറി കൊടുത്തു, കമ്മീഷൻ കൊടുത്തു, ഹോട്ടലിൽ ബില്ല് കൊടുത്തു, ഡീസലിന് ചാർജ് കൊടുത്തു, ട്രാവലിംഗ് എക്സ്പെൻസ് കൊടുത്തു, ഭക്ഷണം കഴിച്ചു. ഇതൊക്കെ ഈ കമ്പനിക്കുള്ളിൽ നടക്കുന്നുണ്ട്. ഈ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ടാലിക്കകത്ത് നമ്മൾ എൻ്റർ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഓരോ അക്കൗണ്ടുകളായിട്ട് എൻ്റർ ചെയ്യണം. യൂണിറ്റ്സിന് എൻ്റർ ചെയ്യണം, കൺസൾട്ടിങ് ഫീസിന് എൻ്റർ ചെയ്യണം, കമ്മീഷൻ എൻ്റർ ചെയ്യണം, ഇൻട്രസ്റ്റിന്, ഇങ്ങനെ ഓരോന്നിനെയും എന്ത് ചെയ്യണം, ഇതിനകത്ത് എൻ്റർ ചെയ്യണം. ക്ലിയർ ആയില്ലേ? അങ്ങനെ എൻ്റർ ചെയ്യുന്ന അക്കൗണ്ടുകളെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ എൻ്റർ ചെയ്യുന്ന അക്കൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാം, ലെഡ്ജർ എന്ന് വിളിക്കാം. ക്ലിയർ ആയല്ലോ? ലെഡ്ജർ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സംവിധാനത്തിനെയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. ഓക്കെ ആയല്ലോ? ഹലോ, മെല്ലെ പോവാണ്. ഓക്കെ ഇതൊന്ന് നന്നായി ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് മെല്ലെ പോകുന്നത്. ഇനി എക്സൽ കൺഫ്യൂഷനുള്ള ആളുകൾക്ക് നമുക്ക് സെപ്പറേറ്റ് എടുക്കട്ടോ, അവരിങ്ങനെ ടെൻഷൻ ആണ്ട. ഇനിയിപ്പോൾ ഒരുവിധം നല്ലൊരു ശതമാനം ആളുകളും ടാലിയിലാണ് സ്റ്റക്ക് ആവുന്നതുകൊണ്ടാണ് പറഞ്ഞത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ല? അപ്പൊ പുതിയൊരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തു, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇനി ഈ കമ്പനിക്കകത്ത് നടക്കുന്ന ഓരോ സംവിധാനത്തിനെയും ഓരോ അക്കൗണ്ടിനെയും നമ്മൾ എന്ത് കൊടുത്തു, ലെഡ്ജർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു, അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ? ഇനി ഈ കമ്പനിക്ക് ഒരുപാട് അക്കൗണ്ടുകൾ കിട്ടാനുണ്ട്, കൊടുക്കാനുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്നത് ഏത് മാസമാണ്? ഓഗസ്റ്റ് മാസമാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓഗസ്റ്റ് മാസത്തെ അക്കൗണ്ട്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് മുമ്പ് കുറേ മാസങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇതൊക്കെ ഉണ്ടല്ലോ. ഈ ജൂലൈ മാസം കമ്പനിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഒരുപാട് ആളുകൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്, കമ്പനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും ക്യാഷ് കിട്ടാനുണ്ട്. ഇതിനൊക്കെ മുമ്പ് ക്യാപിറ്റലൊക്കെ ചെയ്തു വെച്ചതൊക്കെ ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മുടെ കമ്പനിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണം. കാരണം നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പഴയ അക്കൗണ്ടിൽ എന്തൊക്കെ ക്ലോസിംഗ് ഉണ്ടോ ആ ക്ലോസിംഗ് എല്ലാം ഈ ടാലിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? എന്തിനാ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്? നമ്മൾ കമ്പനിയുടെ അക്കൗണ്ട്സ് ഇങ്ങനെ ചെയ്യണം. ചെയ്യുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇതിന് കണക്ഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും. ഉദാഹരണം, രഞ്ജിനിക്ക് 50,000 രൂപ ഞാൻ കൊടുത്തു എന്ന് നമ്മൾ പുതിയ അക്കൗണ്ട്സിൽ ചെയ്തു. ഹലോ, നമ്മളെ ഓഗസ്റ്റ് മാസത്തെ കണക്കിൽ രഞ്ജിനിക്ക് ഒരു 50,000 രൂപ കൊടുത്തു. കമ്പനിയുടെ അക്കൗണ്ട് പ്രകാരം എന്തായിരിക്കും എന്ന് അറിയോ? രഞ്ജിനി ഇങ്ങോട്ടേക്ക് 50,000 രൂപ തരാനായിട്ട് മാറും. കാരണം എന്താ? ഒന്നും കൊടുക്കാനില്ലാത്ത ഒരാൾക്ക് വെറുതെ 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രഞ്ജിനി എന്ത് ചെയ്യണം? തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ ലാബിലിറ്റി പോലെ ആയില്ലേ, നമ്മൾ ലോൺ കൊടുത്ത പോലെ ആയില്ലേ. ശരിക്ക് ഇതിന്റെ മുമ്പത്തെ മാസം രഞ്ജിനിക്ക് 50,000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അതിലേക്കാണ് നമ്മൾ പേയ്മെന്റ് കൊടുത്തെങ്കിൽ ഇപ്രാവശ്യത്തെ കമ്പനി അക്കൗണ്ട് 0 ആയിട്ട് മാറും. അതിന് പകരം പഴയത് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? രഞ്ജിനി ഇങ്ങോട്ടേക്ക് തരാനുള്ളതായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഹലോ ഹലോ, ആർക്ക് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ ചോദിക്കട്ടോ. സെറ്റ് അല്ലേ? ഹലോ, എവിടെ യെസ്, സെറ്റ് സെറ്റ് സർ. അപ്പൊ എന്ത് ചെയ്യണം? പഴയ അക്കൗണ്ട്, അപ്പൊ ഇത് നമ്മളിപ്പോ ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റിന് മുമ്പ് പല അക്കൗണ്ടുകളും ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാനും കിട്ടാനുള്ളതും പർച്ചേസ് ചെയ്ത സപ്ലയർ കൊടുക്കാനുള്ളതും കസ്റ്റമർ കൊടുക്കാനുള്ളതും സാലറി കൊടുക്കാനുള്ളതും റൂം റെന്റ് കൊടുക്കുക, ഇതെല്ലാം പെൻഡിങ് ഉള്ള കേസുകളൊക്കെ ഉണ്ട്. ഈ കേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടാലിക്കകത്ത്, ഈ ബ്ലാങ്ക് പേപ്പറിനകത്ത് നമ്മൾ എഴുതി വെക്കണം. അപ്പൊ അവരുടെ ഒക്കെ അക്കൗണ്ടുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിൽ ഒരു ഓപ്പണിംഗ് ബാലൻസ് കൊടുക്കണം. ഉദാഹരണം, രഞ്ജിനിക്ക് നമ്മൾ 50,000 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ രഞ്ജിനിന്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 50,000 രൂപ രഞ്ജിനിക്ക് കൊടുക്കാനുള്ളതായിട്ട് അവിടെ കാണിക്കണം. ക്ലിയർ ആയില്ല? അതേപോലെ രമ്യ കൊടുക്കുകയാണെങ്കിൽ അവിടെ കാണിക്കണം, സാലറി കൊടുക്കുകയാണെങ്കിൽ അവിടെ കാണിക്കണം, കമ്മീഷൻ കൊടുക്കുകയാണെങ്കിൽ അത് കാണിക്കണം, റെന്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതൊക്കെ അവിടെ കാണിക്കണം. കാണിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പേയ്മെന്റ്, ഇപ്പൊ രഞ്ജിനിക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുമ്പോൾ പഴയ കൊടുക്കാനുള്ളതിലേക്കാണ് എന്ത് ചെയ്യാം, ഈ പേയ്മെന്റ് കയറാം. പഴയത് കൊടുക്കാനില്ല, അവിടെ എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാം? രഞ്ജിനി ഇങ്ങോട്ടേക്ക് തരാനുള്ളതായിട്ട് മാറും. ക്ലിയർ ആയി വിചാരിക്കണം. അപ്പൊ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെയാണോ അക്കൗണ്ടുകൾ വർക്ക് ചെയ്യണത് ആ അക്കൗണ്ടുകളുടെ ഒക്കെ പേരുകൾ നമ്മൾ ലെഡ്ജർ ആയിട്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ലെഡ്ജർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഒരാൾക്ക് കൺഫ്യൂഷൻ ഉള്ളതാണ് പറഞ്ഞത്. നേരെ ടാലി ഓപ്പൺ ചെയ്യാം. ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് ഓഫ് ടാലി എന്ന് പറഞ്ഞൊരു ഓപ്ഷനകത്താണ് വരിക. ഗേറ്റ് ഓഫ് ടാലി. ഓക്കെ,
ഇതിനകത്ത് മാസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ? മാസ്റ്റർ, ട്രാൻസാക്ഷൻ, യൂട്ടിലിറ്റി, റിപ്പോർട്ട്. ഈ മാസ്റ്ററിൽ ക്രിയേറ്റ് എടുക്കാം. എന്നിട്ട് ക്രിയേറ്റിൽ ലെഡ്ജർ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് പോകും. ലെഡ്ജർ. ഓക്കെ, ലെഡ്ജർ ക്ലിക്ക് ചെയ്യാം. ലെഡ്ജർ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ പേര് കൊടുക്കേണ്ടത്. ഉദാഹരണം, അവിടെ ഒരു ബാങ്ക് ഉണ്ടെന്നായിരിക്കും, SIB, ഷാർജ ഇസ്ലാമിക് ബാങ്ക്. ഇതാണ് SIB എന്ന് പറയുമ്പോൾ ഷാർജ ഇസ്ലാമിക് ബാങ്ക്. ഓക്കെ, അങ്ങനെ ഒരുപാട് ബാങ്കുകൾ അവിടെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ അണ്ടർ എന്ന് പറയുന്ന സമയത്ത് ഇത് ഏത് അക്കൗണ്ടിലാണ് ഉൾപ്പെടുക എന്നുള്ളതാണ് എൻ്റർ ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം, നമ്മളെ അക്കൗണ്ട്സിൽ 4 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അസറ്റ് ഉണ്ട്, ലാബിലിറ്റി ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്, ഇൻകം ഉണ്ട്. അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. അസറ്റ് തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. ഫിക്സഡ് അസറ്റ് ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്. ലാബിലിറ്റിയിൽ 2 സാധനമുണ്ട്. ലോങ് ടേം ലാബിലിറ്റി ഉണ്ട്, ഷോർട്ട് ടേം ലാബിലിറ്റി ഉണ്ട്. എക്സ്പെൻസിൽ 2 സാധനമുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഉണ്ട്. ഇൻകത്തിൽ 2 സാധനമുണ്ട്. ഡയറക്റ്റ് ഇൻകം ഉണ്ട്, ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്ന അക്കൗണ്ടുകളില്ലേ, ഈ അക്കൗണ്ടുകൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു സാധനത്തിലായിരിക്കും ഉണ്ടാവാം. ക്ലിയർ ആയോ? ഇതിൽ പറഞ്ഞ ഏതെങ്കിലും സാധനം. പേരുകൾ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ 4 കാറ്റഗറിയിലെ. ഇപ്പൊ ഷാർജ ഇസ്ലാമിക് ബാങ്ക് ശരിക്കും എന്താ? ബാങ്ക്. ബാങ്ക് ആണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ബാങ്കിലെ ബാലൻസ് ശരിക്കും എന്താ? അസറ്റ് അല്ലേ? അസറ്റ്. എന്ത് അസറ്റ് ആണ്? ഫിക്സഡ് അസറ്റ് ആണ്, കറണ്ട് അസറ്റ് ആണ്? കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ്. ശരിക്കും ഇവിടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. തെറ്റില്ല. ക്ലിയർ ആയല്ലോ? ഇവിടെ ടാലി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഡിഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ ബാങ്കിനെ നോക്കി, ഈ ബാങ്കിന്റെ ഉള്ളിൽ എന്താ കറണ്ട് അസറ്റ്സ് കണ്ടോ? നമുക്ക് ഇതിന്റെ കോസ് ആൻഡ് റിലേഷൻഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ചെയ്യാൻ സിമ്പിളാ. നമ്മൾ ഈ ബാങ്ക് തന്നെ ചെയ്തില്ലെങ്കിൽ തെറ്റിച്ച് നമ്മൾ കറണ്ട് അസറ്റ് ആണല്ലോ ഇത് പഠിച്ചത്, പിന്നെന്താ ഇവിടെ ബാങ്ക് അക്കൗണ്ട്? അങ്ങനെ ചിന്തിക്കണം. ഇത് ആക്ച്വലി ബാങ്ക് അക്കൗണ്ടാ. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് കറണ്ട് അസറ്റ് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണികൾ സിമ്പിളാവും. എങ്ങനെ ലോകത്തുള്ള ഏത് അക്കൗണ്ട്സ് വന്നു കഴിഞ്ഞാലും ഈ കാറ്റഗറി അല്ലാതെ വേറെ. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിയർ ആയോ? ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് കറണ്ട് അസറ്റ് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കും ഗ്രൂപ്പ് ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കും ഗ്രൂപ്പ് ഉണ്ടാക്കാം. അണ്ടർ എന്തായിരിക്കണം, ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ടായിരിക്കും ചെയ്യണം. അപ്പൊ നമ്മൾ പ്രാക്ടിക്കൽ അക്കൗണ്ട്സിൽ പല ആളുകൾ ഇതിനകത്ത് പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്. ഈ പ്രാക്ടിക്കൽ അക്കൗണ്ട്സിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ ആവുന്നു വേണ്ട, ആ സമയത്ത് വിശദമായിട്ട് പഠിക്കും. ഇപ്പൊ നോക്കാം ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് തന്നെ എഴുതിയില്ലെങ്കിൽ പോലീസ് പിടിക്കൂല, തെറ്റൂല, അക്കൗണ്ട്സ് ഒരു മിസ്റ്റേക്കും വരില്ല. അതിന്റെ അണ്ടർ എന്താണ്, കറണ്ട് അസറ്റ് തന്നെയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അത് നേരെ ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ നേരെ സേവ് ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഇനി സാലറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. സാലറി ഉണ്ട് എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ, ഇതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. നമുക്ക് ഇതിനെ കുറിച്ച് എന്തായിട്ട് എന്നിട്ട് നേരെ എൻ്റർ സേവ് ചെയ്യുക. എൻ്റർ സേവ് ചെയ്യാൻ കുറെ സമയം പോകുന്നത്. ജസ്റ്റ് കൺട്രോൾ അടിക്കുക, എൻ്റർ അടിക്കുക. അതാണ് എൻ്റെ ഷോർട്ട് കീ. കൺട്രോൾ എൻ്റർ എന്നടിച്ചു കഴിഞ്ഞാൽ അപ്പ് സേവ് ആവും. എവിടെ വെച്ച് കൺട്രോൾ എ അടിച്ചു കഴിഞ്ഞാൽ അപ്പ് എന്ത് ചെയ്യും, എൻ്റർ അല്ല കേട്ടോ, കൺട്രോൾ എൻ്റർ കഴിഞ്ഞാൽ എഡിറ്റിംഗ് ആണ്. കൺട്രോൾ എ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ച് കൺട്രോൾ എ അടിച്ചു കഴിഞ്ഞാലും അതെന്തായി മാറും, സേവ് ആയിട്ട് മാറും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ കമ്മീഷൻ റിസീവ്ഡ് ആണ്. ഏതിലാ വരിക? ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകം. ക്ലിയർ ആയി വിചാരിക്കണം. അപ്പൊ ജസ്റ്റ് ഇൻഡയറക്റ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ അതിന്റെ സാധനങ്ങൾ വരും. നേരെ കൺട്രോൾ എ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി, സേവ് ആയി മാറും. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വന്ന നേരത്തെ ഗേറ്റ് ഓഫ് ടാലി തന്നെ നമ്മൾ എത്തി. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. റെഡിയല്ലേ? ഇങ്ങനെയാണ് ടാലിയിൽ
നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് എല്ലാവർക്കും അറിയുന്ന ആളുകളായിരിക്കും, പക്ഷെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? റെഡി ആണല്ലോ? ഇനി നമ്മളിപ്പോൾ ഈ ചെയ്ത കാര്യത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഇത്രയേ ഉള്ളൂ. ഗേറ്റ് ഓഫ് ടാലിയിൽ പോവാം, ഓൾട്ടറിൽ പോവാം, ലെഡ്ജറിൽ പോവാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി പറയാം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ റിസീവ്ഡ് അല്ല, കമ്മീഷൻ പെയ്ഡ് ആയിരുന്നു. കമ്മീഷൻ റിസീവ്ഡ് അല്ല, കമ്മീഷൻ പെയ്ഡ് ആയിരുന്നു വേണ്ട. അപ്പം നേരെ ജസ്റ്റ് കമ്മീഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നേരെ കമ്മീഷൻ പെയ്ഡ് എന്ന് കൊടുക്കാം. അണ്ടർ എന്തായി മാറും? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് മാറും. നേരെ കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സേവ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് എഡിറ്റ് ചെയ്യുക. ബേസിക് ലെവലിലെ ആളുകൾ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലെ ആളുകൾ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാനുള്ള വഴികൾ ടാലി തന്നെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ രീതിയിൽ പഠിക്കാം. ക്ലിയർ ആയല്ലോ? ഇനി ചില കേസുകളിൽ നമുക്ക് ഒരുപാട് ലെഡ്ജറുകൾ ഉണ്ടാവും. ഒരു 100 ലെഡ്ജർ ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ഓരോന്ന് ഗേറ്റ് ഓഫ് ടാലിയിൽ ക്രിയേറ്റ് ഓൾട്ടർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം പോകും. അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ബൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനെന്ത് ചെയ്യണം? നേരെ മാസ്റ്ററിൽ പോവാം, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. ഹലോ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? ലെഡ്ജർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇവിടെ കണ്ടോ മൾട്ടി മാസ്റ്റർ എന്നുള്ള മൾട്ടി മാസ്റ്റർ കണ്ടോ? വലതുഭാഗത്ത് മൾട്ടി. ഈ മൾട്ടി മാസ്റ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഷോർട്ട് കീ എന്താ? ഷോർട്ട് കീ ഓൾട്ട് ആണോ? ഓൾട്ട് ആണോ കൺട്രോൾ ആണോ? സോറി, ഓൾട്ട് ആണോ കൺട്രോൾ ആണോ? കൺട്രോൾ എച്ച്. പറയടാ. ഞാൻ ധരിക്കാം. ആദ്യം കൺട്രോൾ എച്ച് അടിക്കാം. എന്താ കാണിക്കുന്നത്? ലിസ്റ്റ് ഓഫ് വ്യൂസ് ആണ്. ഓൾട്ട് എച്ച് അടിച്ചു കഴിഞ്ഞാൽ മൾട്ടി ക്രിയേറ്റ് ആയി. ഇനി ശ്രദ്ധിച്ചോളെ, ഇനി തെറ്റരുത്. ഇത് ഞാൻ രണ്ടും ഇങ്ങനെ കാണിച്ചത് തെറ്റായിരിക്കണം. ഇവിടെ കണ്ടോ, ഇതിന്റെ താഴത്ത് 2 അണ്ടർലൈൻ ആണ്, ഇതിന്റെ താഴത്ത് ഒറ്റ അണ്ടർലൈൻ ആണ്. പക്ഷെ ഇതാണ് രണ്ടും എച്ച് ആണ്. കണ്ടോ, രണ്ടും എച്ച് ആണ്. അപ്പൊ ഞാൻ നോക്കേ, കൺട്രോൾ എച്ച് അടിക്കുന്ന സമയത്ത് ലിസ്റ്റ് വ്യൂ ആ കണ്ടേ? കൺട്രോൾ എച്ച് ഇവിടെ വ്യൂ ആണ്. അപ്പം ഡബിൾ അണ്ടർലൈൻ വന്നു കഴിഞ്ഞാൽ കൺട്രോൾ ആണ്, സിംഗിൾ അണ്ടർലൈൻ വന്നു കഴിഞ്ഞാൽ ഓൾട്ട് ആണ്. ഇത് തെറ്റരുത്. ഷോർട്ട് കീസ് ഡബിൾ ആണെങ്കിൽ കൺട്രോൾ, സിംഗിൾ ആണെങ്കിൽ ഓൾട്ടർ. ചെറിയ ചെറിയ കാര്യമാണ്, പക്ഷെ നമുക്ക് പോകുന്ന വഴിക്ക് മൗസ് ഇല്ലാതെ എന്ത് ചെയ്യാം? പറപ്പിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? അപ്പൊ നമ്മൾ എന്താ അടിക്കേണ്ടത് ഇപ്പം ഇവിടെ? ഒന്ന് പറഞ്ഞേ. ഓൾട്ട് എച്ച്. ഓൾട്ട് എച്ച്. നേരെ നമ്മൾ എന്ത് ചെയ്യും? ഓൾട്ട് എച്ച് ക്ലിക്ക് ചെയ്യുന്നു, മൾട്ടി ക്രിയേറ്റ് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ചട്ടപ്പെടാ രണ്ടടിച്ച് പോവാം. ഉദാഹരണം സാലറി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. റെന്റ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഓക്കെ. യൂനിസ്, സൺഡ്രി ഡെപ്റ്റേഴ്സ് രണ്ടടിക്കാം. പിന്നെ ഉമേറ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്. പിന്നെ ജാസ്മിൻ, ഇതേപോലെ എന്ത് ചെയ്യാം? സൺഡ്രി ഡെപ്റ്റേഴ്സോ ക്രെഡിറ്റേഴ്സോ ഇങ്ങനെ. പിന്നെ അലി, ക്യാപിറ്റൽ ഇങ്ങനെ എന്ത് ചെയ്യാം? ബൾക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ കൺട്രോൾ ചെയ്യാൻ അടിച്ചു കൊടുത്തായി, സേവ് ആയി. സിമ്പിൾ. ഇത്രേ ഉള്ളൂ. മാസ്റ്ററിൽ പോവാ, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എടുക്കുക, ലെഡ്ജർ ക്ലിക്ക് ചെയ്യുക, ഓൾട്ട് ടച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് മൾട്ടി ക്രിയേറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ മൾട്ടി ഓൾട്ടർ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ താഴെ തന്നെ മൾട്ടി ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സപ്ലയർക്ക് നമ്മൾ സാധനങ്ങൾ കൊടുക്കത്തില്ലേ? സപ്ലയർക്കല്ല, കസ്റ്റമർക്ക് സാധനം കൊടുക്കത്തില്ലേ? ഈ കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റ് ലിമിറ്റും കൂടി നമ്മൾ സെറ്റ് ചെയ്യും. ഉദാഹരണം, രഞ്ജിനിക്ക് നമ്മൾ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം
ഞാനൊരു എഞ്ചിനീയറിലെ ടേംസ് വിത്തിൻ 30 days കൊണ്ട് സംഭവം ക്ലിയർ ചെയ്യുന്നതാണെങ്കിൽ അതിനാണ് ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത്, പീരീഡ്. അതുപോലെ പീരീഡ് ആകാം. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് എന്ന് വരുന്നത് എമൗണ്ട് ആകാം. 50,000 രൂപേന്റെ താഴത്തേക്ക് കിട്ടുള്ളൂ. അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബില്ലടിക്കാൻ കഴിയില്ല. ഇങ്ങനെ പല സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാറില്ലേ, അതിന് മുകളിൽ ബില്ലടിക്കാൻ കഴിയില്ല കേസുകളൊക്കെ ഉള്ളു. ഇതൊക്കെ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ആളുകളുടെ സാധനം എന്ത് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് പീരീഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് റെഡിയാക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ലെഡ്ജറിന്റെ ഭാഗത്ത് എല്ലാം ഓക്കെ ആണല്ലോ? ക്രിയേറ്റ് ചെയ്യാം, മാസ്റ്റേഴ്സിൽ പോവാം, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. തെറ്റുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുപോയി തെറ്റ് ചെയ്യാം. ബൾക്കായിട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ബൾക്കായി നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അക്കൗണ്ടിൽ 4 ഗ്രൂപ്പാണുള്ളത്: അസറ്റ്, ലാബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. ഇതിന്റെ ഓരോന്നിനും 2 സബ് ഗ്രൂപ്പുകൾ. ഇനി ഇതിനകത്ത് ടാലിക്കകത്ത് വേറെ പേരുണ്ടാവും: ബാങ്ക്, ക്യാപിറ്റല്, ഡ്രോയിങ്സ്. ഇതൊക്കെ വേറെ വേറെ പേരിലായിരിക്കും. പക്ഷെ അതിന്റെ ഒക്കെ അസല് എവിടേക്ക് തന്നെ ആയിരിക്കും, ഈ പറഞ്ഞ 4 കാറ്റഗറിയിൽ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ക്ലിയർ ആയല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ക്യാപിറ്റൽ എന്നുള്ള സംഭവം നമ്മൾ എൻ്റർ ചെയ്ത് തന്നെ നോക്കാം. നമ്മൾ ചെറിയൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം ശ്രമം നടത്താൻ. നിങ്ങൾക്ക് അത് പറഞ്ഞത് ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ക്രിയേറ്റ് അടിക്കുന്നു, ഗ്രൂപ്പ് അടിക്കുന്നു, നമ്മൾ യൂനിസ് ക്യാപിറ്റൽ. അതിലുള്ള ഒരു ക്യാപിറ്റലിന്റെ പേരെന്ന് പറഞ്ഞേ, പ്രോബ്ലത്തിലുള്ള ഇത് പേരിന്. അവിടെ നിന്ന് ഇന്ത്യന് പാകിസ്ഥാന് കളിയില്ലേ? ഹലോ, കളീന്റെ വൈബൊന്നും എല്ലാവർക്കും ആർക്കും വൈബ് ഇല്ല. എന്ത് മനുഷ്യന്മാരെ. പേര് പറഞ്ഞ, ക്യാപിറ്റലിന്റെ പേര് പറഞ്ഞ. ഒരാളുടെ പേര് പറയപ്പോ. ടൈപ്പ് നോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരാളുടെ പേര് പറഞ്ഞ. A capital, എ ക്യാപിറ്റലാ? A capital, A capital, A current, M capital. എം ക്യാപിറ്റൽ വെറുതെ ഇതാ നോക്കട്ടെ, എന്തോട്ടെ നോക്കാം. എം ക്യാപിറ്റൽ. ഇതിന്റെ അണ്ടർ എന്താ കൊടുക്കുക? ശരിക്കും എന്താ കൊടുക്കണ്ടേ? ക്യാപിറ്റൽ അക്കൗണ്ട്. അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ട് ആണോ അതിന്റെ അണ്ടർ ശരിക്കും? Liability. ലയബിലിറ്റി. Liability അല്ലേ? ഓക്കെ, അത് നമ്മൾ ഇതിനകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നോക്കേ, ഈ ക്യാപിറ്റൽ എടുക്കാം. നോക്കേ, ഈ ക്യാപിറ്റൽ ഇതിന്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ കൺട്രോൾ എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ക്യാപിറ്റൽ എവിടെയാ? ലാബിലിറ്റി ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ കുഴപ്പമില്ല, ലാബിലിറ്റി എന്നാണ് നിങ്ങൾ കൊടുത്തെങ്കിൽ എന്തില്ല, കുഴപ്പമില്ല. ക്ലിയർ ആയല്ലോ? അതിന്റെ അണ്ടർ എന്താ? അപ്പം ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ടാലി ഡിഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്താണ്, ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചാണ്. ഇങ്ങനെ അൺലിമിറ്റഡ് ഗ്രൂപ്പുകൾ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ടാലിക്കകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിനകത്ത് ടാലിയിൽ കൊടുക്കുന്ന പല സാധനങ്ങളുടെയും ഉള്ളെന്താണ്, അതിന്റെ സാധനങ്ങൾ തന്നെയായിരിക്കും. ക്ലിയർ തന്നെയായിരിക്കണം. അതിൽ ഈ പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറയുന്നത്, അപ്പൊ പ്രൈമറി എന്ന് പറഞ്ഞാൽ ടാലിയിൽ അവരായിട്ട് അത് ടാലിയിൽ അവർ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത. ഉദാഹരണം നോക്കേ, ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തില് ഒന്ന് വിചാരിച്ചോളെ, നമ്മുടെ സ്ഥാപനത്തില് നമുക്ക് 2 ബിൽഡിംഗ് ഉണ്ടെന്ന് വിചാരിക്കും. 2 ബിൽഡിങ്ങിന്റെ റെന്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് എൻ്റർ ചെയ്ത് പോകണം എന്ന് വിചാരിച്ചോ. വിചാരിക്കും. അപ്പൊ നമ്മളിവിടെ ഓഫീസ് 1 എന്ന് കൊടുക്കണം. ഓഫീസ് 1 റെന്റ്. ഇതെന്താ വരാ? ഏതിലാ വരാ? റെന്റ്, Direct income. ഓഫീസ് റെന്റ് നമ്മൾ നിൽക്കണല്ലേ എക്സ്പെൻസ്, Indirect. ഉണ്ടായിട്ട് എക്സ്പെൻസ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ തന്നെ ഒരു ഓൾട്ട് സി അടിക്കാം. അപ്പൊ ഇതിനുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതിനുള്ളിൽ നമുക്കിപ്പോ ക്യാപിറ്റൽ എന്നുള്ള, അതായത്
ഓഫീസ് റെന്റ്. ഇതിന്റെ ഓഫീസ് റെന്റ് വന്നിട്ട് ഇവിടെയാണ് ഇവർ ടാലി ഡിഫോൾട്ട് ആയിട്ട് പ്രൈമറി കൊണ്ടുവരുന്നത്. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ഓഫീസ് റെന്റ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി കാണിക്കൂ സർ, ബാക്ക് പോയിട്ട് കാണിക്കാം. ഇതിപ്പോ ഉണ്ടല്ലേ, ജസ്റ്റ് നോക്കേ. ഓഫീസ് റെന്റ് എന്നുള്ളത് നമ്മൾ നോർമലി എന്താ അടിക്കുക, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് അടിക്കുക. നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം ക്യാപിറ്റൽ വന്നപ്പോൾ ഇതിനകത്ത് ലാബിലിറ്റി ഒന്നുമില്ലേ, ഇതേപോലെ നമുക്ക് ഇത് ടാലി ഡിഫോൾട്ട് ആയിട്ട് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ സാധനം കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സാധനം ലാബിലിറ്റി കൊണ്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ക്ലിയർ ആയല്ലോ? ഈ ചെറിയൊരു എക്സാമ്പിൾ ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ, ഒന്നും സേവ് ചെയ്യണില്ല, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം ചെറിയ നന്നായിട്ട് മനസ്സിലാക്കണം. ഒക്കെ പ്രാക്ടിക്കൽ സിനാരിയോയിൽ വീഡിയോയിൽ വന്ന് എല്ലാവരും വീഡിയോയിൽ വരും കേട്ടോ. ഞാൻ കളിയും കാണുന്നുണ്ട്, നിങ്ങളെ ഇതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് കളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ഭ്രാന്തനാണ് ഞാൻ. ഇന്നിപ്പോ നിങ്ങൾക്ക് പല ആളുകളും എനിക്കറിയാം ശിവരാത്രിയിൽ അവിടെ എൻഗേജ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ക്ലാസ് നിർബന്ധമായിട്ട് വന്നത്. അതൊക്കെ എനിക്കറിയാം. എന്നാലും നിങ്ങൾ വീഡിയോയിൽ വരും. പിന്നെ കുട്ടികളുടെ അടുത്താണ്, ഞായറാഴ്ചയാണ്, എല്ലാവരും എൻഗേജ്മെന്റിലാണെന്ന് അറിയാം. എന്നാലും ഒന്ന് പരമാവധി വരും. ഇപ്പം ഞാൻ ചെറിയൊരു സിനാരിയോ പറഞ്ഞുതരാം. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു അവസ്ഥ പറഞ്ഞുതരാം. ഇവിടെ ഇതൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ദൈവം നിങ്ങളുടെ ഭക്ഷണം കണക്കാക്കിയെന്ന് പറയാനായിട്ടില്ല, ഏത് കമ്പനിയിലേക്കാണ് നിങ്ങൾ എത്തപ്പെടാന്നുള്ളത് പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ വന്ന് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനിയിൽ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയാണ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ വെറൈറ്റി ആക്കിയിട്ട് നമുക്ക് പ്രാക്ടിക്കൽ അക്കൗണ്ട്സിൽ വിശദമായിട്ട് പറയും. എന്നാലും ഒന്ന് നോക്കാം. ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഇതൊരു കമ്പനിയുടെ പുതിയൊരു ഫോർമാറ്റ് ആണ്. പ്രൊഡ്യൂസർ കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റ് ആണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കമ്പനിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇതിനകത്ത് മൊത്തം ഷെയർ ഹോൾഡേഴ്സ് 18,000 പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. എത്ര? 18,000 പ്ലസ് ഷെയർ ഹോൾഡേഴ്സ് ഒരു കമ്പനിയിൽ. എങ്ങനെ ഉണ്ടാവും ഇതിന്റെ അവസ്ഥ? ആലോചിക്കുന്നതിന്റെ അപ്പുറത്തല്ല. 18,000 ആളുകൾ. ഈ 18,000-ലധികം ആളുകൾ കംപ്ലീറ്റ് ഫാർമേഴ്സ് ആണ്. ഫാർമേഴ്സ് ആണ്, കർഷകരാണ്. ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളാണ്. അപ്പൊ ഈ കമ്പനി ഉണ്ടാക്കിയ ഒരു സിസ്റ്റം എങ്ങനെയാണ്? ആദ്യം നമ്മുടെ നാട്ടില് ഒരുപാട് ജില്ലകളില്ലേ, അതേപോലത്തെ ഒരു ജില്ല, അതിനെ നമ്മൾ കമ്പനി എന്ന് പറയുന്നത് ഫെഡറേഷൻ എന്നാണ് പറയുന്നത്. ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ മലപ്പുറം ജില്ല. ക്ലിയർ ആയില്ല? ഒരു ഫെഡറേഷൻ ഉണ്ട്. ഈ ഫെഡറേഷന്റെ താഴെ നോക്കണേ, ഈ ഫെഡറേഷന്റെ താഴെ സൊസൈറ്റികളുണ്ട്. സൊസൈറ്റി എന്ന് കേട്ടില്ലേ? മിൽമന്റെ ഒക്കെ സൊസൈറ്റി പോലെ. അപ്പോൾ സോറി, ഫെഡറേഷൻ അല്ല. ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ പഞ്ചായത്താണ് കേട്ടോ. ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന് താഴെ സൊസൈറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. സൊസൈറ്റി എന്ന് പറയുമ്പോൾ വാർഡാണ് വരിക. അതായത് ഒരു പഞ്ചായത്തിൽ എത്ര വാർഡുകൾ ഉണ്ടാവും? എത്ര വാർഡ് ഉണ്ടാവും? ഒരു 15 to 20 വാർഡ്സ് ഉണ്ടാവും. വാർഡുകൾ. അപ്പൊ നിങ്ങളൊക്കെ ഒരു 7 വാർഡ്, 8 വാർഡ്, 9 വാർഡ് എന്ന വാർഡുകളില്ലേ? ഈ വാർഡുകളെല്ലാം ചേർന്നതാണ് പഞ്ചായത്ത്. ക്ലിയർ ആയല്ലോ? ഈ പഞ്ചായത്തുകളെല്ലാം കൂടി ചേർന്നതാണ് ജില്ല എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റ്. അല്ലേ? ഡിസ്ട്രിക്റ്റ്. അപ്പം ഇങ്ങനെ ഈ കമ്പനിക്കകത്ത് 20ഓളം ഫെഡറേഷനുകളുണ്ട്. ശ്രദ്ധിക്കണം, 20ഓളം ഫെഡറേഷനുകളുണ്ട്. ഓരോ ഫെഡറേഷന്റെ താഴത്തും എന്തുണ്ട് നോക്കളെ? സൊസൈറ്റി ഉണ്ട്. ഇതിന്റെ താഴെ ഇങ്ങനത്തെ 20 ഫെഡറേഷൻ ഉണ്ട്. അതിന്റെ താഴെ സൊസൈറ്റി വാർഡുകളുണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി ചിന്തിക്കട്ടോ, ഈ വാർഡിന്റെ ഉള്ളില് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? കുഞ്ഞു കുഞ്ഞു ക്ലസ്റ്ററുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ ഭയങ്കര ഇതൊക്കെ ചെയ്യേണ്ട വരുന്ന അവസ്ഥ. നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ ഒരു സോർട്ട് ചെയ്ത രീതിയാണ് കിട്ടുക. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ കമ്പനികൾ വരാം. ഈ ക്ലസ്റ്റർ പറയുമ്പോൾ ഈ ക്ലസ്റ്ററിൽ ഒരു 50 to 100 ഫാർമേഴ്സ് ഉണ്ട്.
ഫാർമേഴ്സ് ഉണ്ട്. ഇവരെല്ലാരും കൂടി ചേർന്നതാണ് ഒരു ക്ലസ്റ്റർ. ക്ലിയർ ആയല്ലോ? അപ്പൊ അതായത് സൊസൈറ്റി. ക്ലിയർ ആയല്ലോ? ഇവർക്ക് ഈ പറയുന്ന 50 to 100 ആളുകളും ക്യാഷ് എവിടേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? ഈ ഒരു സൊസൈറ്റിയിലേക്കാണ് ഡെപ്പോസിറ്റ് ചെയ്യണത്. കമ്പനിയിൽ സൊസൈറ്റിയുടെ ഷെയർ ആണ് ഉണ്ടാവുക. സൊസൈറ്റിന്റെ ഉള്ളിൽ ഈ 50 ആളുകൾ എന്തുണ്ട്? ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഇങ്ങനെ 180ഓളം സൊസൈറ്റികൾ ചേർന്ന് 18ഓളം ഫെഡറേഷനുകൾ ചേർന്ന് ഈ ഫെഡറേഷൻ എല്ലാവരും ചേർന്നിട്ട് കമ്പനിയിലേക്ക് എന്ത് ചെയ്യും? ഷെയർ കൊണ്ടിടും. അപ്പോൾ ഷെയർ ആദ്യം എടുക്കാൻ പോകുന്ന ക്ലസ്റ്ററിലേക്ക് സൊസൈറ്റി. സൊസൈറ്റി എന്ത് ചെയ്യും? നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിടും. ഇതിനെ നമ്മൾ അക്കൗണ്ട് ആക്കണം. അക്കൗണ്ട് ആക്കുമ്പോൾ എന്തൊക്കെ കിട്ടണം എന്നറിയോ? എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെ പേരും നമ്മുടെ ടാലിയിൽ വേണം. എല്ലാ ഷെയർ ഹോൾഡേഴ്സിന്റെ പേരും നമ്മുടെ ടാലിയിൽ വേണം. എല്ലാ സൊസൈറ്റീന്റെ ഡീറ്റെയിലും കിട്ടണം. എല്ലാ ഫെഡറേഷന്റെ ഡീറ്റെയിലും കിട്ടണം. കൺസോളിഡേറ്റഡ് ആയിട്ട് ഇവരുടെ ഷെയറും കിട്ടണം. വല്ലതും തിരിഞ്ഞുകണോ? അതായത് ഇപ്പം ഞാനും രഹാനും രമ്യയും കൂടി ഒരു സൊസൈറ്റിയിലുള്ള ആളുകളാണെന്ന് വിചാരിക്കും. ഞാൻ 1 ലക്ഷം രൂപ എടുത്തു, രമ്യ 1 ലക്ഷം രൂപ എടുത്തു, രഹാനി 1 ലക്ഷം രൂപ എടുത്തു, 3 ലക്ഷം രൂപ എടുത്തു. ഈ 3 ലക്ഷം ഒന്ന് ഇൻഡിവിജ്വലി 3 ലക്ഷം എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ഇന്റേതാണ്, രമ്യദാസിനാണ്. ഇനി നമ്മൾ 3 ആളുകളും ചേർന്നിട്ട് നമ്മളെ ഫണ്ട് എടുക്കാൻ കൊണ്ടുപോയിടുന്നത് സൊസൈറ്റിയിൽ കൊണ്ടുപോയിടുന്നു. ക്ലിയർ ആയല്ലോ? നമ്മുടെ എല്ലാവരും ഫണ്ട് സൊസൈറ്റി നേരെ ഇത് കൊണ്ടുപോയിട്ട് ഫെഡറേഷനിൽ കൊണ്ടുപോയിട്ടാണ് ഈ ഷെയർ. അപ്പം ഫെഡറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു 20 സൊസൈറ്റികളുണ്ടോ? 20 സൊസൈറ്റിന്റെ ഫണ്ട് ആർക്ക് മാനേജ് ചെയ്യേണ്ടുള്ളൂ? ഫെഡറേഷന് മാനേജ് ചെയ്യേണ്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും ഓരോ പ്രസിഡന്റും സെക്രട്ടറി ഇങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 18 ഷെയർ ഹോൾഡേഴ്സേ ഉള്ളൂ. മൊത്തം 18,000 ഷെയർ ഹോൾഡേഴ്സിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഷെയർ ഹോൾഡേഴ്സ് ഉള്ളൂ? 18 ഷെയർ ഹോൾഡേഴ്സ്. കമ്പനീനെ ഷെയർ ഹോൾഡിംഗ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മുതുവല്ലൂർ പഞ്ചായത്ത്, ഇന്ന പഞ്ചായത്ത്, ഇന്ന പഞ്ചായത്ത്, ഇന്ന പഞ്ചായത്ത്, ഇങ്ങനെ 10 ഫെഡറേഷൻ ഉണ്ട്. ഇത്രേ കമ്പനിക്കാരുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഫെഡറേഷനാണ് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. പിന്നീട് ഫെഡറേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൊസൈറ്റിയുടെ എല്ലാ ഡീറ്റെയിലും വരണം. ക്ലിയർ ആയോ? സൊസൈറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വലിന്റെ ഡീറ്റെയിലും വരണം. വല്ല തിരിഞ്ഞിക്കണോ? മനസ്സിലായില്ലേ? അപ്പൊ ഇത് നമ്മൾ ടാലി വെച്ച് മാനേജ് ചെയ്യണം. കഴിയോ? നമ്മൾ ഇതുവരെ പഠിച്ചത് എസ് ക്യാപിറ്റൽ, അണ്ടർ ക്യാപിറ്റൽ, ബി ക്യാപിറ്റൽ, അണ്ടർ ക്യാപിറ്റൽ നടക്കില്ല. ഇവിടെയാണ് നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പരിപാടി ഇവിടെയാണ് നമ്മൾ അപ്ലിക്കബിൾ ആക്കാം. ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. നിങ്ങൾ ഇതിലൊക്കെ ശരിക്കും എല്ലാത്തിലും നമുക്ക് വെറൈറ്റികൾ പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിക്കോളൂ. ഇപ്പൊ യൂനുസ്, ഇപ്പൊ എൻ്റെ ഒരു ക്യാപിറ്റൽ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ഞാനൊരു സൊസൈറ്റിയുള്ള ആളാണ്. നോക്കട്ടോ, യൂനുസ് ക്യാപിറ്റൽ. റെഡി? അണ്ടടിച്ച് ക്യാപിറ്റൽ എല്ലാം ഇവിടെ കൊടുക്കും. ഇവിടെ നമ്മൾ ഓൾട്ട് സി കൊടുക്കാം. ഇവിടുന്ന് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്താ കൊടുക്കുന്ന അറിയോ? ഞാൻ ഒരു മുതുവല്ലൂർ എന്നാണ് എൻ്റെ ഫെഡറേഷൻ. മുതുവല്ലൂർ ഫെഡറേഷൻ ഇതാണ് എൻ്റെ ഫെഡറേഷൻ. അണ്ടർ എന്താ? ക്യാപിറ്റൽ അല്ലേ വരിക? ക്യാപിറ്റൽ അല്ലേ വരിക? ഇവിടെയും നമ്മൾ ഓൾട്ട് സി അടിക്കും. അണ്ടറിനവിടെ നമ്മൾ ഓൾട്ട് സി അടിക്കും. അവിടെ ഞാൻ മുതുവല്ലൂരിന് ഫെഡറേഷനിലെ അതിൻ്റെ താഴത്ത് എൻ്റെ നാട് പാണാട്ടാലുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതാണ് എൻ്റെ വാർഡ്, പാണാട്ടാലുങ്ങൽ. ക്ലിയർ ആയില്ലേ? പാണാട്ടാലുങ്ങൽ. ഇതിന് അണ്ടർ എന്താ നമ്മൾ കൊടുക്കാം? ക്യാപിറ്റൽ കൊടുക്കും. ക്ലിയർ ആയല്ലോ? നേരെ സേവ് ചെയ്യും. നോക്കേ, അപ്പൊ നോക്കേ, യൂനിസ് എവിടെ വരിക? മുതുവല്ലൂർ എന്ന് പറഞ്ഞ ഫെഡറേഷൻ വന്നു. അതിൻ്റെ താഴത്ത് പാണട്ടാലിങ്ങൾ എന്ന് പറഞ്ഞ വാർഡിലാണ് എന്ത് ചെയ്യുക ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം? അത് സേവ് ചെയ്യാം. വേണമെങ്കിൽ ഇതിനൊരു വാല്യൂ നമുക്ക് കൊടുക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിനൊരു വാല്യൂ നമുക്ക് കൊടുക്കാം. ഒരു ഓപ്പണിംഗ് ബാലൻസ് ഒരു
1 lakh കൊടുക്കാം. നേരെ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. ഇനി ഒരാളെ പേരാണ് ഉമേറാന്റെ പേര് പറയാം. ഉമേറ ഓൾറെഡി ഉണ്ടാക്കിനോ? ഉമേറാസ് ക്യാപിറ്റൽ. ഇവര് നോക്കണം, ഇവര് വേറൊരു പഞ്ചായത്താണെന്ന് വെച്ചു. കുഴിമണ്ണ എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്താണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങൾ തന്നെ ഉണ്ടോ. ഇവിടെ ഓൾട്ട് സി എന്ന് പറഞ്ഞാൽ ക്രിയേഷൻ ആണ്. കുഴിമണ്ണ ഫെഡറേഷൻ. ഓക്കെ, കുഴിമണ്ണ ഫെഡറേഷനിൽ കീഴ്ശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ നമ്മൾ ഓൾട്ട് സി അടിച്ചിട്ട് നമ്മൾ ഇവിടെ വേറൊരു വാർഡ് ഉണ്ട്. അതിൻ്റെ അണ്ടർ ക്യാപിറ്റൽ എന്ന് കൊടുക്കാം. എന്ത് ചെയ്യാം? സേവ് ചെയ്യാം. ഇവർ കൊണ്ടുവന്നത് 2 lakh ആണ് എങ്കിൽ എന്ത് ചെയ്യാം? 2 ലക്ഷം എന്ത് ചെയ്യാം? ഇങ്ങനെ 20,000 തൽക്കാലം കൊടുത്ത് സേവ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ ചെയ്യണം. ഇനി നമ്മൾ നേരെ ഇത് എടുത്തിട്ട് ഇതിന്റെ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് കാണാൻ വേണ്ടി എടുക്കുകയാണ്. ഓൾട്ട് എഫ് അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടോ സ്ക്രീനിൽ എങ്ങനെ കാണുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എത്രയാ? ഹലോ, 1,20,000. 1,20,000. ഇതില് കണ്ടോ ഇത്രേ കാണിക്കുന്നുള്ളൂ. കീശ്ശേരി പാണട്ടാരങ്ങൽ. ഇനി ഇതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഇതിൽ മാറിപ്പോയിക്കണേ. ആദ്യം നമ്മൾ കീശ്ശേരി ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓരോ ഫെഡറേഷന് ഡീറ്റെയിൽ അതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യാൻ ഉമേറാന്റെ പേര് വരാം. ഇങ്ങനെ ടാലി ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത സാധനമാണ് പ്രൈമറി എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പൊ യൂനിസ് എന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ യൂനിസ് ഇന്ന വാർഡിലാണ്, അയാൾ ഇന്ന വാർഡിലെ ഇന്ന പഞ്ചായത്തിലെ ഇന്ന ആളാണെന്നുള്ളത് കിട്ടും. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ 1,20,000. ഇത് കമ്പനിക്ക് എത്ര ഷെയർ ഉണ്ടാവുള്ളൂ? 18 ഷെയർ ഹോൾഡർ ഉണ്ടാവുള്ളൂ. ഇനി അതിന്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ കിട്ടും, അതിന്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ കിട്ടും. ഇങ്ങനെ ആണ് എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അതിപ്പോ ഈ ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ലാബിലിറ്റിന്നേ വരാവും. ബാങ്ക് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റിന്നേ വരാവും. കാരണം അവിടെ എന്ത് ചെയ്താണ്? ബാങ്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുന്നത്? ലാബിലിറ്റി എന്നുള്ള രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്യണം. സെറ്റ് ആയില്ലേ? ക്ലിയർ ആയിക്കണോ? അത് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാനാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം വലിയ കമ്പനികളാകുമ്പോൾ നമ്മൾ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യണം? ഈ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ അക്കൗണ്ടിനകത്ത് ഈ ഒരു മാനുഫാക്ചറിങ്, ട്രേഡിങ്ങിന്, സർവീസിനെ കുറിച്ച് ഗ്രൂപ്പിംഗ് നമ്മൾ വിശദമായിട്ട് സർവീസ് മേഖലകളിൽ ഗ്രൂപ്പിനകത്തൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നത്. പ്രധാനമായിട്ടും കോളേജുകളുടെ അക്കൗണ്ട്സുകൾ, ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അക്കൗണ്ട്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രൂപ്പിംഗ് നിർബന്ധമായിട്ട് വരും. കാരണം ഇപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ആണെങ്കിൽ ഒരു 7ാം ക്ലാസ്സിൽ തന്നെ A, B, AC, AD ഒക്കെ ഉണ്ടാവും അല്ലേ? ഒറ്റയടിക്ക് നമ്മൾ ഇവരുടെ ഫീസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരാണ് ചെയ്തത് എന്ന് കിട്ടൂല. ഇപ്പോൾ രഞ്ജിനി +2 ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. +2 തന്നെ 4 ഡിവിഷൻ ഉണ്ട്. നമ്മളെങ്ങനെ റെക്കോർഡ് ചെയ്യും? അപ്പൊ ആദ്യം +2 എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. +2 തന്നെ കൊമേഴ്സും സയൻസും ഹ്യൂമാനിറ്റീസും ഉണ്ടാവും, അതിനുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കണം. ക്ലിയർ അല്ലേ? ആ ഹ്യൂമാനിറ്റീസിലാണ് രഞ്ജിനി വരിക. അപ്പൊ രഞ്ജിനി എവിടെയൊക്കെ വരിക? രഞ്ജിനി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹ്യൂമാനിറ്റീസിലെ, +2 ഹയർ സെക്കൻഡറിയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ 4-5 ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അക്കൗണ്ട്സ് എടുക്കുന്ന സമയത്ത് കൊമേഴ്സിന് ഇത്ര കിട്ടി, ഹ്യൂമാനിറ്റീസിന് ഇത്ര കിട്ടി, ഇതിൽ നിന്ന് ഇത്ര കിട്ടി എന്നുള്ള കറക്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കും. ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിക്കും. അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്താൽ കൊമേഴ്സിൽ എത്ര, ഹ്യൂമാനിറ്റീസ് എത്ര, സയൻസ് ഇങ്ങനെ കിട്ടും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. സെറ്റ് അല്ലേ? ഗ്രൂപ്പിനകത്ത് ഡൗട്ട് ഇല്ലല്ലോ? ലെഡ്ജർ ക്ലിയർ ആയി. ലെഡ്ജർ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്ന് പഠിച്ചു. മൾട്ടി ഓൾട്ടർ, മൾട്ടി കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഇതിനകത്ത് ഇനി കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഇതിനകത്തേക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ഇതില്ല സർ, ഇതിന്റെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും സർ? ഉണ്ടോ എന്തോ പോകണോ? അല്ല പോകുന്നില്ല, ഒന്നും കൂടി നോക്കാൻ വേണ്ടി. ഓക്കെ, ഇത് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ നോർമലി? ഇല്ല, ഇത് കേട്ടിട്ടില്ല. ആരാടാ അതിൻ്റെ ഇടയിൽ കളി വന്നേ? ഔട്ട് ഔട്ട് എന്ന് പറഞ്ഞേ നിങ്ങളെ മുമ്പിലുണ്ട് അല്ലേ? സാധനം ഡിസ്പ്ലേ ഉണ്ടല്ലോ, ഔട്ട് ഞാൻ കണ്ടു. ഓക്കെ, അപ്പം ഈ കാര്യങ്ങൾ സെറ്റായെന്ന് വിചാരിക്കണം. നമുക്ക് നോർമലി നിങ്ങളെ അക്കൗണ്ട്സിൽ സാധനം എന്തെങ്കിലും അക്കാഡമിക് സിസ്റ്റത്തിൽ ഈ സാധനങ്ങൾ പഠിപ്പിക്കാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറഞ്ഞു പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്.
ഇനി അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അക്കൗണ്ടുകൾ, ലെഡ്ജറുകൾ നമ്മൾ ഉണ്ടാക്കി. പഴയ ഡാറ്റ ഇതിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യണം. പഴയ ഡാറ്റ നമുക്ക് ട്രയൽ ബാലൻസ് എന്നാണ് കിട്ടുക. പഴയ ഡാറ്റ നമുക്ക് ട്രയൽ ബാലൻസ്, അതായത് എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്ത് കഴിഞ്ഞ് ലെഡ്ജറുകളും ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന അതിൻ്റെ ബാലൻസ് ആണ് ട്രയൽ ബാലൻസ് അല്ലേ. അതായത് റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, മൂന്നാമത്തെ സാധനമാണ് നമ്മുടെ അടുത്തുള്ളത്. അപ്പൊ കമ്പനിയുടെ പഴയ ഡാറ്റ അല്ലേ, ആ ഡാറ്റ നമ്മൾ ഇതിനകത്തേക്ക് അതിനാണ് നിങ്ങൾക്ക് ട്രയൽ ബാലൻസ് വരുന്നത്. ട്രയൽ ബാലൻസിന്റെ ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇതിനകത്ത് OB ആയിട്ട് ഇട്ട് കൊടുക്കുക, ഓപ്പണിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ക്ലിയർ ആയല്ലോ? ഉദാഹരണം രമ്യക്ക് ഞാനൊരു 5000 കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ഇടാം. രഞ്ജിനിക്ക് വേറെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ഇടാം. നിസാറിന് വേറെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ ഇടാം. ഡെല്ല് വേറെ എന്തെങ്കിലും ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, അത് അവിടെ ഇടാം. ജിദ്ദിക്ക് അവിടെ വേറെ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അതും അതേപോലെ തന്നെ എൻ്റർ ചെയ്യാം. സെറ്റായെന്ന് വിചാരിക്കണം. ഓക്കെ ആണോ? റെഡിയാണോ? അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് തുടങ്ങുക. ഇനി ആദ്യം ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്താൽ കുഴപ്പമില്ല, നമുക്ക് കിട്ടാനും കൊടുക്കാനും കുറേ എമൗണ്ടുകളായിട്ട് വരും. പിന്നെ OB ഇടുന്ന സമയത്ത് അക്കൗണ്ട്സ് ക്ലിയർ ആവും. ഇപ്പോൾ ഉദാഹരണം രഹനക്ക് ഞാനൊരു 50,000 രൂപ കൊടുത്തു. അക്കൗണ്ട്സിൽ എന്താ കാണിക്കുക, രഹന ആ ഒരു എമൗണ്ട് തിരിച്ചിങ്ങോട്ട് തരാനുള്ളതായിട്ടാണ് കാണിക്കാം. കാരണം ഓൾറെഡി കൊടുത്തതല്ലേ, അപ്പം ആ എമൗണ്ട് ഇങ്ങോട്ട് തന്നെ കിട്ടാനുള്ളതായിട്ട് കാണിക്കാം. അപ്പൊ രഹനക്ക് ഓൾറെഡി 60,000 ഞാൻ കൊടുക്കാണ്ടായിരുന്നു. അപ്പൊ 60,000 OB ഇടുന്ന സമയത്ത് 10,000 കൂടി കൊടുക്കാനുള്ളതായി ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, സിസ്റ്റം അത് മാറി വരും. ക്ലിയർ? അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ട്രയൽ ബാലൻസ് എൻ്റർ ചെയ്യുക. ട്രയൽ ബാലൻസ് ലാസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, ചെയ്യാൻ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിലെ പേബിൾസും റിസീവബിൾസും തെറ്റും. ക്ലിയർ ആയല്ലോ? അവിടെ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ചിലപ്പം ലാബിലിറ്റിന്റെ സൈഡിൽ അസറ്റ് വരും, അസറ്റിന്റെ സൈഡിൽ മറ്റു സാധനങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇപ്പൊ ഇന്നലെ ഗ്രൂപ്പിൽ ആരോ കണ്ടു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട് അപ്പുറത്തെ സൈഡ് പോയി കിടക്കണം. അതിനൊരു റീസൺ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വന്ന് മിസ്റ്റേക്ക് അതൊക്കെ സംഭവിക്കട്ടോ. അതൊക്കെ ഇനീഷ്യൽ ലെവൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലാണ് നമുക്കത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഫുള്ള് ക്ലിയർ ആണെങ്കിൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ടൈം ഉണ്ടല്ലോ. ഓക്കെ, ഇവരെല്ലാവരും ഓക്കെ ആണെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ ഗ്രൂപ്പിനകത്ത് നോക്കുമ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ അപ്പോഴാണ് അറിയുന്നത് പേഴ്സണലായിട്ട് കുറേ ആളുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ഇത്ര ഉസാറാണ് ആൾക്കാർ, നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഫാസ്റ്റ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം മിഞ്ഞാന്ന മറ്റേ ആരോ ഒരു വോയിസ് കേട്ടപ്പോൾ മനസ്സിലായത് ഇന്റേണൽ ഡിസ്കഷനിൽ കൂടി ഇത് ശരിയാക്കി പോകണം. അങ്ങനെ ശരിയാക്കി കഴിഞ്ഞാൽ അവങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം കിട്ടൂല. നമ്മളെന്താ വിചാരിക്കുക, നിങ്ങൾ ഓക്കെ ആണെന്നല്ല വിചാരിക്കണം, നമുക്ക് അങ്ങനെ വിചാരിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് പറയണം, ഇന്ന സാധനം കിട്ടുന്നില്ല. അപ്പൊ ചോദിക്കുന്ന സമയത്തൊക്കെ അൻവറൊക്കെ എല്ലാവരും ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ചെയ്തൊരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഇന്ന് ബോധ്യപ്പെടുത്താൻ ചെയ്യേണ്ട ഇത് നാളെ ഒരു കമ്പനിക്ക് പോകേണ്ടതാണ്. കമ്പനിയിൽ നിങ്ങൾ ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ള എന്ത് ചെയ്യാം കാര്യം നിങ്ങൾ ഓർമ്മിക്കാം. റെഡി ആയെന്ന് വിചാരിക്കണം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇപ്പൊ പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോ ലാസ്റ്റത്തെ ഫിനാൻഷ്യൽ ഇയറത്തെ ബാലൻസ് ട്രയൽ ബാലൻസ് ആയിട്ട് പുതിയത് അടിക്കുക ചെയ്യാം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണ ഇപ്പൊ ഒരു കമ്പനിയാണ്. അപ്പൊ പിറ്റത്തെ ഇയറില് പുതിയ കണക്കായിട്ടാ വരിക? അല്ലല്ല. ഇപ്പൊ ഇപ്പൊ എൻ്റെ ഒരു കമ്പനി ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് മാസം എൻ്റെ അക്കൗണ്ട് ക്ലോസ് ആവുമല്ലോ. സാധാരണ രീതിയിൽ അറിയാത്ത അക്കൗണ്ടുമാർ എന്ത് ചെയ്യുമെന്നറിയോ, ഇവർ കമ്പനി ക്ലോസ് ചെയ്യില്ല. ഏപ്രിൽ എന്ത് ചെയ്യും, ഇവർ അങ്ങനെ തുടങ്ങും. ഇവരിനി എന്നാണോ കമ്പനിയിൽ നിന്ന് പോകണം അന്നാണോ പോലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. അങ്ങനത്തെ പരിപാടിക്കരുത്. മാർച്ച് മാസം 31 അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് അങ്ങനെ ഡാറ്റ സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ടാലി തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യാം. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് 31 ഓപ്പണിംഗ് മാത്രം, ക്ലോസിംഗ് ബാലൻസ് മാത്രം ഏപ്രിലേക്ക് വരും. ഏപ്രിൽ ഒരു പുതിയ കമ്പനി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിന്റെ പഴയ ഡാറ്റകളൊന്നും ഉണ്ടാവില്ല. ഈ OB മാത്രമായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയ ഇയറിലേക്ക് വരും. അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ഇയർ അവസാന സമയത്ത് അക്കൗണ്ടന്റുമാർക്ക് കുറേ പണി വരുന്നത്. കാരണം അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുമ്പോൾ പഴയതൊക്കെ അവിടെ വെച്ചിട്ട് ക്ലോസിംഗ് ബാലൻസ് മാത്രം ഇപ്പുറത്തേക്ക് കയറി വരും. അതുകൊണ്ട് അത് ക്ലോസിങ്ങിന്റെ ഒരാഴ്ച 2 ആഴ്ച മുമ്പ് തന്നെ ഇവർ ഭയങ്കര പണി. കാരണം വെച്ചാൽ ഈ ബാലൻസ് ക്ലോസ് ചെയ്യുന്ന ബാലൻസ് കറക്റ്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയോ, റോങ് ബാലൻസ് ആയിരിക്കും ഇങ്ങോട്ടേക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് വരിക.
ക്ലിയർ ആയില്ല? അപ്പൊ അതുകൊണ്ടാണ് എല്ലാ മന്ത്ലിയും ക്ലോസ് ചെയ്യണം എന്ന് പറയണേ. മന്ത്ലി അല്ല, ഇയർലി ക്ലോസ് ചെയ്യണം, നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്യണം അക്കൗണ്ട്സ്. ഇയർലി. അപ്പൊ അപ്പൊ ഇന്ത്യൻ സിനാരിയോ വെച്ച് പറയുകയാണെങ്കിൽ മാർച്ച് മാസം സ്റ്റാർട്ടിങ് ആകുമ്പോൾ തന്നെ നമ്മുടെ സപ്ലയർ അടുത്തും നമ്മുടെ കസ്റ്റമർ അടുത്തും അവരടുത്ത് സ്റ്റേറ്റ്മെന്റുകൾ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാച്ച് ചെയ്യിപ്പിക്കണം. റീകൺസിൽ ചെയ്യണം. ആ റീകൺസിൽ ചെയ്യാം. അപ്പം ഉദാഹരണം, നസ്രീന്റെ അക്കൗണ്ടിൽ നമ്മളായിട്ട് ഇടപാടുണ്ടെങ്കിൽ നസ്രീനോട് പറയാം കഴിഞ്ഞ ഫിനാൻഷ്യലിലെ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് അയക്കണം. ഇതിനാണ് നിങ്ങൾ പല സ്ഥാപനങ്ങളും അക്കൗണ്ടന്റ് ആയിട്ട്, അപ്പോൾ പല സ്ഥാപനം നിങ്ങൾ വിളിക്കല്ലേ, സ്റ്റേറ്റ്മെന്റ് ഒന്ന് അയച്ചു തരുമോ എന്ന് ചോദിക്കല്ലേ. ഇപ്പം തന്നെ തുടങ്ങിയിട്ടുണ്ടോ നിങ്ങളെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് അയച്ചു തരണം? എന്തിനാണെന്നറിയോ? ഈ ക്രോസ് മാച്ച് ചെയ്യണം. ഇതേ പണി നിങ്ങൾ കൊടുക്കണം ശരിക്ക്. ഒരു മാത്രം കഴിയുമ്പോൾ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് അയച്ചു കൊടുക്കല്ലേ. നിങ്ങളുടെ സപ്ലയർ നിങ്ങൾ വിളിക്കണം, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വേണേ, നിങ്ങളെ കസ്റ്റമർ സ്റ്റേറ്റ്മെന്റ് ഒന്ന് അയക്കണം. എന്നിട്ട് നമ്മൾ ചില സമയത്ത് ചില എൻട്രി വിട്ടുപോയിട്ടുണ്ടാവും, ചിലപ്പം ചില എമൗണ്ട് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ അക്കൗണ്ട്സിൽ ഇല്ലെങ്കിൽ ഈ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അടുത്ത ഫിനാൻഷ്യലിലേക്ക് വീണ്ടും അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ജേണൽ ചെയ്തിട്ട് ഈ സാധനം സെറ്റപ്പ് ചെയ്ത് ഈ കൊണ്ടുവരണം. മന്ത് എൻഡിൽ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടവ? ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് മന്ത് എൻഡിൽ ഇതേപോലെ തന്നെ സാലറിയുടെ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസുകൾ, റെന്റിന്റെ ഡ്യൂ എൻട്രീസ് നിർബന്ധമായിട്ടും ചെയ്യണം. ഡ്യൂ എൻട്രീസ്. ഡ്യൂ എൻട്രീസ് സാലറി മാത്രമല്ല, എനി ഡ്യൂ എൻട്രീസ് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. ക്ലിയർ ഇയർ ആയില്ലേ? എൻഡില് നമ്മൾ ചെയ്ത close അക്കൗണ്ട്സ് വർക്ക് ഇയർലി ഫിനാൻസ് മൊത്തം ക്ലോസ് ചെയ്യണം. മന്ത് എൻഡിലെ ആ സാധനങ്ങൾ ഡ്യൂസ് ആ മാസം തന്നെ ക്ലിയർ ചെയ്യണം. അതെങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്യാരി ഫോർവേഡ് ഉണ്ടായിരുന്നല്ലോ സാറ്? ഏത്? ഈ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് പിറ്റത്തെ കൊല്ലം അത് നമ്മൾ കമ്പനി സ്പ്ലിറ്റ് ചെയ്ത് ഒഴിവാക്കും. അതിനാണ് ഇയർ എൻഡ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. എല്ലാ കമ്പനിയിലും ക്ലോസിംഗ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? ഓക്കെ, അത് ക്ലോസ് ചെയ്യാതെ കമ്പനി പോകരുതല്ലോ. ക്ലോസ് ചെയ്ത് അപ്പൊ നിങ്ങളിപ്പോ ഒരു പുതിയൊരു ഫിനാൻഷ്യലിലേക്ക് പോയിന്നായിരിക്കും. അവിടെ അങ്ങനെ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പഴയ റിപ്പോർട്ട് കിട്ടണം എന്ന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനിയോട് പറയുകയാണെങ്കിൽ കിട്ടൂല എന്ന് തന്നെ പറയും. കാരണം നമ്മൾ കമ്പനി ക്ലോസ് ചെയ്തു, ആ ഇയർ ഫിനാൻസ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തു, ഇനി പഴയ ഡാറ്റ എന്നൊക്കെ എടുത്തിട്ട് വേണം, ടൈം എടുക്കുമെന്ന് പറയും. നമുക്ക് എല്ലാം കൊടുക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാ അറിയാം? നമുക്ക് കമ്പനി ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ ഏത് കാലഘട്ടത്തിൽ നോ പ്രോബ്ലം, എന്താ എടുക്കുന്നുണ്ട്, ഡേറ്റ് അടിക്കുന്നു, കൺട്രോൾ F2 അടിക്കുന്നു, ഡേറ്റ് 1/4/2024 ടു ഇപ്പോൾ നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാ? അത് എന്നാൽ കഴിഞ്ഞ കൊല്ലത്തെ ഡാറ്റാസ് നമുക്ക് കൊടുക്കാൻ കഴിയൂല. ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് കഴിഞ്ഞ കൊല്ലത്തെ ഡാറ്റാസ് അത് വേറെ ഡാറ്റാബേസിലേക്ക് എടുക്കാം. ആ ഡാറ്റാബേസ് എടുക്കണമെങ്കിൽ നമ്മൾ ഫിനാൻസ് മാനേജേഴ്സിനോട് വേറെ അപ്രൂവൽ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ക്ലോസ് ചെയ്ത അക്കൗണ്ട്സിൽ തൊടാൻ വിടൂല ആരും. നമ്മളെ അക്കൗണ്ടിൽ എല്ലാം തൊടാൻ കഴിയുന്ന എന്തുകൊണ്ടാ? ക്ലോസിംഗ് ഇല്ല. നമുക്ക് ആരുടെ അപ്രൂവ് വയ്ക്കേണ്ട, കൺട്രോൾ എൻ്റെ അടിച്ച് F2 അടിച്ച ഡേറ്റ് അടിച്ചെടുക്കാനുള്ള നമുക്ക് അങ്ങനെ ഉണ്ടാവരുത്. എല്ലാ കൊല്ലം ക്ലോസ് ചെയ്യണം. എല്ലാ കൊല്ലം ക്ലോസ് ചെയ്യണം. ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ ക്ലോസ് ചെയ്ത് തുടങ്ങണം. പഴയ ബാലൻസ് അങ്ങനെ ചോദിക്കുന്നവർക്കൊന്നും എടുത്ത് കൊടുക്കരുത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് വയ്ക്കുമ്പോൾ ഏപ്രിലെ കഴിഞ്ഞ മാർച്ചിലെ ക്ലോസിംഗ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. ഈ മാസം എന്തൊക്കെയാണ് നടന്നോ അത് മാത്രമേ കൊടുക്കാനുള്ളൂ. ഇതിന് മുമ്പത്തെ ട്രാൻസാക്ഷൻ കിട്ടണം എന്ന് അവർ ചോദിക്കുകയാണെങ്കിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, അതിന് അപ്രൂവൽ വാങ്ങിയിട്ട് നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ, ടൈം എടുക്കുമെന്ന് പറയണം. അപ്പോഴേ നമ്മൾ സ്റ്റാൻഡേർഡ് ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞാപ്പിളാവും. ഇടയോ? സെറ്റായില്ലേ? തിരിഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു വിഷയത്തിൽ ക്ലോസിങ്ങിന്റെ മന്ത്ലി ക്ലോസിംഗ്, ഇയർലി ക്ലോസിംഗ് ഈ രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഡ്യൂ എൻട്രീസ് ഇടുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ UAE നല്ലൊരു ശതമാനം കമ്പനികളും നമ്മളെ അവിടെ ഓഫീസിൽ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണം ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞങ്ങൾ അവിടുത്തെ ഒരു ഓഫീസിൽ 1 വർഷത്തെ റെന്റ് അഡ്വാൻസ് ആയിട്ട് അവർക്ക് കൊടുക്കണം. ഒരു 10,000 രൂപയാണ്, 10,000 ദിർഹംസ്, ഒരു 4,000 ദിർഹംസ് ആണ് ഒരു മാസമെങ്കിൽ ഒരു വർഷം എത്ര ഉണ്ടാവും? 28,000 രൂപയുള്ളൂ. 4,000 ദിർഹംസ് ആകുമ്പോൾ 48,000 അല്ലേ? 10 40 ആയില്ലടാ. 10 4 48,000 48,000 ദിർഹംസ്. ഈ 48,000 ദിർഹംസ് എപ്പം കൊടുക്കണം? ഡേ 1 കൊടുക്കണം. ക്ലിയർ ആയില്ലേ? ഇതെങ്ങനെ നമ്മൾ കാണിക്കാം? ഈ മാസം 48,000 ദിർഹംസ് കാണിച്ച് നമ്മൾ ഇതെങ്ങനെ കാണിക്കാം?
പ്രീപെയ്ഡ് റെന്റ് കാണിക്കാം, അഡ്വാൻസ് പ്രീപെയ്ഡ് റെന്റായിട്ട് കാണിക്കുക. റെന്റായിട്ട് കാണിക്കണം. എങ്ങനെയാണ് എനിക്കറിയാം എങ്ങനെ അത് കാണിക്കാൻ? ജേണൽ എൻട്രി എന്ന് പറഞ്ഞാണ് കൊടുത്തതായിട്ട് കാണിക്കണം. പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷോ ബാങ്കോ? എങ്ങനെ കൊടുക്കാം? പ്രീപെയ്ഡ് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാഷ് ഇത് ബാങ്കോ? എന്തായാലും ഒരു മാസത്തെ എക്സ്പെൻസ് അല്ല, അത് ഉറപ്പല്ലേ? ആ. ഒരു മാസത്തെ എക്സ്പെൻസ് അല്ല. മാപ്പ് എങ്ങനെ ഇത് കാണിക്കും എന്ന് പറഞ്ഞാണ്? ഇങ്ങനെ സംഭവിക്കൂലേ? അങ്ങനെയാണ് അവിടെ യു എയിൽ നല്ലൊരു ശതമാനം ഇങ്ങനെ സംഭവിക്കാം. ഞാൻ അല്ലെങ്കിൽ PDC ആയിരിക്കും, പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ കൊടുക്കും. ആ ഡേറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി അങ്ങനെ പോകുന്ന രീതിയിൽ പോസ്റ്റ് ഡേറ്റ് ചെക്കുകൾ. അപ്പൊ ഈ പറഞ്ഞ സംവിധാനം എങ്ങനെ കാണിക്കാം? നമ്മുടെ കയ്യിൽ ബാങ്കിൽ 50,000 ദിർഹംസ് ഉണ്ട്, 50,000 ദിർഹംസ് നമ്മുടെ ബാങ്കിലുണ്ട്. ഈ ഒരു പേയ്മെന്റ് നമ്മൾ ആദ്യം തന്നെ, ഇപ്പൊ സജീറാണ് നമ്മുടെ ആ നാട്ടിലെ മുതലാളി എന്ന് വെച്ചോളൂ, നമ്മളെ ബിൽഡിങ്ങിന്റെ മുതലാളി. ഞാനിപ്പോ സജീറിന് ഒരു 48,000 ദിർഹംസ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് അടിച്ചു കൊടുത്തു. ഇത് എന്ത് ഹെഡിലാ കാണിക്കാം എന്നാണ് ചോദ്യം. അപ്പൊ എല്ലാവരും പറയും, നിങ്ങൾ വീഡിയോയിൽ ഓഫ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് ശിവരാത്രിയിലാന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഓണാക്കി വരി. പ്രീപെയ്ഡ് റെന്റ് എക്സ്പെൻസ് അല്ല, കറന്റ് അസറ്റിലേക്ക് കറണ്ട് അസറ്റിലായിട്ടായിരിക്കും കാണിക്കാം. ഈ അത് പിന്നെ 48,000 ദിർഹംസും അസറ്റ് ആയിട്ടായിരിക്കും കാണിക്കാം. എന്തായി കാരണം? അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഓരോരോ മാസം. ആ 48,000 ദിർഹംസ് ഒറ്റയടിക്ക് സജീറിന് കൊടുത്താൽ കാണിക്കും. സജീറിന് അണ്ടർ ഒരു കറണ്ട് അസറ്റ് ആയിട്ടാണ് കാണിക്കാം വിചാരിച്ചോളൂ. എന്നിട്ട് ഇപ്പൊ 48,000 രൂപ സജീറിന്റെ കയ്യിലുണ്ട്. ഇൻ കേസ് ഞാൻ ഇന്ന് ഒഴിവായി പോവാണെങ്കിൽ 48,000 ദിർഹംസ് സജീർ ഇന്ന് എനിക്ക് തിരിച്ചു തരണം. കാരണം എന്താ? ഞാൻ അവിടെ നിന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഒരു മാസം അവിടെ നിന്നു. അങ്ങനെ ഒരു മാസം ഞാൻ അവിടെ നിന്നു എന്ന് വിചാരിക്കുക. നിന്ന് കഴിഞ്ഞാല് ആ മാസത്തെ 31st തീയതി നമ്മൾ എന്ത് ചെയ്യും? അവർ അക്കൗണ്ട്സ് മാസത്തിൽ നമ്മൾ രൂപ ഇടൂലേ? മാസം എന്ത് ഇടും? സാലറി അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സജീർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 4,000 നമ്മൾ എന്ത് ചെയ്യും? ബുക്ക് ചെയ്യും. അപ്പൊ കറണ്ട് അസറ്റിന്ന് 48 ഓട്ടോമാറ്റിക് 44 ആയിട്ട് മാറും. ഈ മാസത്തെ റെന്റും നമുക്ക് എൻ്റർ ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഇനിയിപ്പോ സജീറിന്റെ അക്കൗണ്ട് രണ്ട് എൻട്രി ഉണ്ടാവില്ലേ? എങ്ങനെ? ഒറ്റ എൻട്രി, രണ്ട് എൻട്രി ഉണ്ട്. ഒറ്റ എൻട്രി പോരെ? പ്രീപെയ്ഡ് ഇങ്ങോട്ട് എടുക്കണ്ടേ? പ്രീപെയ്ഡ് എടുത്ത് അതല്ല പറഞ്ഞത്, സാലറി അക്കൗണ്ട് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു സജീർ. ആ ഓക്കെ. ഒറ്റ എക്സ്പെൻസ് സിംഗിൾ. ആ എക്സ്പെൻസ് അവിടെ പോയി, അസറ്റ് നീ സാധനം കുറഞ്ഞു. ഓക്കെ. ക്ലിയർ ആയില്ല? അപ്പം സജീറിന്റെ അക്കൗണ്ടിൽ ഇനി നോക്കുകയാണെങ്കിൽ എത്ര ഉണ്ടാവുള്ളൂ? കാണിച്ചു തരാം, 44. നോക്കട്ടോ. സ്ക്രീന് കാണിച്ചു തരാണ്. ഞാൻ ആ പ്രോബ്ലത്തിന് നേരിട്ട് അതിന് ആൻസർ തരല്ല ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പ്രോബ്ലത്തിന് ആൻസർ അല്ല, നിങ്ങൾക്ക് ചെയ്യേണ്ട സിനാരിയോസുകൾ ഞാൻ പറഞ്ഞുതരാണ്. ഉദാഹരണം, സജീറിന് ഞാൻ പൈസ കൊടുക്കുകയാണ്, ആദ്യം കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ജേണലിലാണ് ഇത് ചെയ്യണത്. ജേണലിൽ ക്യാഷ് ആക്കിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നേരെ പേയ്മെന്റ് ആണ് അടിക്കുന്നത്. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ഓൾറെഡി എൻ്റെ ക്യാഷ് നിന്നാണ് ഞാൻ പേയ്മെന്റ് അടക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ ഓൾട്ട് ക്രിയേറ്റ് ചെയ്യാം. സജീർ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് പ്രീപെയ്ഡ് റെന്റ് ആണ്, ജസ്റ്റ് സജീർ ആണ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി. സജീർ പ്രീപെയ്ഡ് റെന്റ് സജീർ എന്ന് വേണമെങ്കിൽ കൊടുത്താൽ മതി. സജീർ. ഓക്കെ. ഇതിന് അണ്ടർ കറണ്ട് അസറ്റ് നേരെ സേവ് ചെയ്തു. എത്ര കൊടുത്ത്? 48,000 ദിർഹംസ്. ഓക്കെ. 48,000 ദിർഹംസ് കൊടുത്തു. ഞാൻ എന്ത് ചെയ്തു? സേവ് ചെയ്തു. ഇനി നോക്കൂ, സജീറിന്റെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നോക്കാം, സജീറിന്റെ കയ്യിൽ എത്ര? നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ട് 48,000. ഈ മാസം എങ്ങാനും നമ്മൾ അവിടുന്ന് പോവാണെങ്കിൽ 48,000 ദിർഹംസും സജീർ എനിക്ക് തിരിച്ചു തരണം. കാരണം നമ്മളെ പൈസ വെറുതെ കിടക്കാൻ നമ്മളവിടെ നിന്നിട്ടില്ല. ഓക്കെ. ഇനി അങ്ങനെ ഈ ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞാൽ 4,000 രൂപ കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ജേണൽ ചെയ്യും. ജേണൽ ചെയ്തിട്ട് റെന്റ് അല്ലെ, റെന്റ് കൊടുക്കും. റെന്റിന്റെ അണ്ടർ നേരത്തെ എഡിറ്റ് ചെയ്ത് മാറിയില്ലല്ലോ. ഓക്കെ. റെന്റ് കൊടുക്കും. റെന്റ് 4,000. ഓക്കെ. 2 കൊടുക്കാം. എന്ത് ചെയ്യാം?
പ്രീപെയ്ഡ് റെന്റ് സജീർ കൊടുക്കാം, നേരെ സേവ് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കാരോ, റെന്റ് എന്നുള്ള എക്സ്പെൻസ് 4000 കൂടി എന്ന് മാത്രമല്ല, സജീർ ഇങ്ങോട്ടേക്ക് തരാനുള്ള പൈസ എന്തായി മാറി, 44 44 മാറിയിട്ടുണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഈ രീതിയിൽ വേണം നമുക്ക്. അപ്പൊ ഇനി വേണമെങ്കിൽ സജീറിന്റെ ലെഡ്ജറിനെ എടുത്തു നോക്കാം. കണ്ടോ, സജീർ എത്രയാണ് മൊത്തം കൊടുത്ത് 48,000, ഈ മാസം ആകുമ്പോ 4. ഇങ്ങനെ ഓരോ മാസം നമ്മൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് ജേണൽ ചെയ്ത് പോകുമ്പോൾ 12 മാസം ആകുമ്പോൾ സജീറിന്റെ അക്കൗണ്ട് 0, നമ്മളെ റെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, കാലിയുണ്ടാവും. ഇങ്ങനെയാണ് അക്കൗണ്ട്സ് ചെയ്യാം. കത്തിരി ഇത് ഓരോ മാസം നമ്മൾ ചെയ്തില്ലെങ്കിൽ കിട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഇപ്പൊ പെട്ടെന്ന് ഒന്ന് ഒരാൾ ചോദിക്കണടാ, ഇനി അയാളുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര കൊടുക്കാണ്ട്, ഇതൊക്കെ കിട്ടുന്നത് ഈ പറയുന്ന ഡ്യൂ എൻട്രീസിൽ ഒന്നാണ്. കത്തി എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മനുഷ്യന്മാരെ? യെസ് സർ. യെസ്. എന്താ എവിടെ കൺഫ്യൂഷൻ അല്ലേ? ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മളെ അക്കൗണ്ട്സിന്റെ ഏരിയയിൽ വരുന്നുണ്ട്. അപ്പം ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു, എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, അതിന്റെ ബാലൻസ് കാര്യങ്ങളും കൊടുക്കാൻ പഠിച്ചു. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ഈ ടാലി ഒക്കെ സോർട്ട് ചെയ്ത് വരുന്ന സമയത്ത് അതിൽ ഏത് വൗച്ചറിലാണ് നമ്മൾ ചെയ്യുക, പേയ്മെന്റ്, റെസിപ്റ്റ്സ്, അതേപോലെ ജേണൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ചില എക്സ്പെൻസിന്റെ മുകളിൽ പർച്ചേസ് വന്നിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ചില എക്സ്പെൻസിന്റെ മുകളിൽ പർച്ചേസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും അത്? ഫ്യൂൽ എക്സ്പെൻസ് എല്ലാം വന്നത്. വാറ്റ് ഇൻക്ലൂസീവ്. വാറ്റ് വരുന്ന സമയത്ത് പർച്ചേസ് തന്നെ ആക്കണമെന്നൊന്നുമില്ല, അത് എക്സ്പെൻസിൽ അടിച്ചു കഴിഞ്ഞാലും തെറ്റൂല മക്കളെ, എക്സ്പെൻസിൽ വാറ്റ് അടിച്ചു അടിക്കണം. കഴിഞ്ഞാലും തെറ്റൂല. അപ്പൊ വാറ്റ് നമ്മൾ മാനുവലി അടിച്ചു കൊടുക്കണം, പർച്ചേസിലായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, 5% അടിച്ചു കഴിഞ്ഞാൽ 5% ഓട്ടോമാറ്റിക് ടാക്സ് ആയിട്ട് അവിടെ വരും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഈ സാധനം നമ്മൾ മാനുവലി അടിച്ചു കൊടുക്കണം. അപ്പൊ അത് ഈസി ആക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്, പർച്ചേസിൽ അടിച്ചു കൊടുക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ എക്സ്പെൻസ് ടു വാറ്റ് ടു പാർട്ടി എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ സെറ്റപ്പ് ചെയ്യേണ്ടി വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ വാറ്റിൽ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വാറ്റ് ഫയൽ ചെയ്യുന്നതാണ് ആ ഒരു മിസ്റ്റേക്ക് വരിക. അപ്പം ബാലൻസ് ഷീറ്റിലെ വാറ്റ് പേയബിൾസിൽ വ്യത്യാസം വരും. ഈ വാറ്റിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാ നടക്കുക, കൊടുക്കാനുള്ളത് വാറ്റ് പേയബിൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ. എങ്ങനെ, വാറ്റ് പേയബിൾ മാത്രമേ ഉള്ളൂ. ഏത് വാറ്റ് പേയബിൾ, വാറ്റ് റിസീവബിൾ എന്ന് പറഞ്ഞ ഒറ്റൊന്നാക്കിയിട്ട് അടിച്ചാൽ മതിയായിരുന്നു അൻവർ മതി, സാർ. അങ്ങനെ അടിച്ചാൽ മതി. നമ്മൾ രണ്ടെണ്ണാക്കി അടി. ഓരോ രീതിയിലാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, ഇൻപുട്ട് ടാക്സ് അറ്റ് 5%, ഔട്ട്പുട്ട് ടാക്സ് അറ്റ് 5%. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് സെയിം. രണ്ടും രണ്ടും ക്രോസ് ചെയ്യാനുള്ള സാധനങ്ങളല്ലേ. ഇത് ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ല. 2 ലെഡ്ജർ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മാസാവസാനം കണക്കൂട്ടി ചെക്ക് ചെയ്യേണ്ടി വരും. 2 ലെഡ്ജർ പർച്ചേസ് എത്ര, സെയിൽ എത്ര എടുക്കണം. മറ്റത് ഒറ്റ ലെഡ്ജറിന്റെ ഡെബിറ്റിലും ക്രെഡിറ്റും സാധനം കയറി വരും, അതിന്റെ ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് എന്ത് ചെയ്താൽ മതി, അടിച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ലെഡ്ജർ ആക്കിയിട്ട് വാറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ലെഡ്ജർ ഉണ്ടായിക്കോളി. അതിന്റെ ബാലൻസ് ഐദർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, ഒന്ന് പേയബിൾ ആയിരിക്കും അല്ലെങ്കിൽ റിസീവബിൾസ് ആയിരിക്കും. ക്ലിയർ ആണ്? ഇതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ ഇന്ത്യൻ കാര്യങ്ങളിൽ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് അറ്റ് 5%, ഇൻപുട്ട് അറ്റ് 12%, ഇൻപുട്ട് അറ്റ് 18%. ഇന്ത്യയിൽ ഒരുപാട് ടാക്സ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. എത്രയാ ടാക്സ് ഇന്ത്യയിൽ? 5, 6, 7, 8 ഒക്കെ. ഇത് കൂടാതെ വേറെ കുറെ സാധനങ്ങളൊക്കെ വരും. അപ്പൊ അങ്ങനെ കൺഫ്യൂഷനുള്ള ആളുകൾ മാത്രം അങ്ങനെ ചെയ്ത്, ഇല്ലെങ്കിൽ എല്ലാം ഒറ്റ ഉണ്ടെങ്കിൽ GST എന്നാണ് അടിച്ചിട്ട് അത് ഒന്നും സംഭവിക്കാനില്ല. അതിന്റെ റീകൺസിലേഷൻ നമുക്ക് 2-3 അക്കൗണ്ട് ആകുമ്പോൾ അത് കൂടുതൽ പണിയാണ് എന്ത് ചെയ്യാം നമുക്ക് ഉണ്ടാവാം. ക്ലിയർ ആയി? റീകൺസിലേഷന്റെ ആവശ്യം വരില്ലല്ലേ? ഇല്ല, പണി കുറയും. ചോദിക്കും. ഇപ്പോ പർച്ചേസ് നമ്മളിപ്പോ എൻ്റർ ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലല്ലേ വരിക?
ഓക്കെ, അപ്പൊ അത് ഇപ്പൊ ഫുവൽ എക്സ്പെൻസ് ഉദാഹരണമായിട്ട് എടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എടുത്തിട്ട് നമ്മളിപ്പോ പേയ്മെന്റിൽ അടിക്കാന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങള്. ആ അത് പേയ്മെന്റിൽ അടിക്കുമ്പോ അത് ഡെബിറ്റ് സൈഡിലല്ലേ വരിക? പേയ്മെന്റിലല്ല, ജേണലിലല്ല. ജേണൽ അല്ല. പേയ്മെന്റ് ഇൻ ദ മീൻസ് ജേണൽ. ജേണലിൽ അടിക്കാൻ പറ്റുള്ളൂ, ജേ- വാറ്റ് അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ. കാണിച്ചു ഇങ്ങോട്ട് ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ്. പേയ്മെന്റ് എന്തിലാണ്, ഏതിനാണ്? ഉദാഹരണം ഷാർജ ഇസ്ലാമിക് ബാങ്കിൽ നിന്നാണ് നമ്മൾ കൊടുക്കണം. ഫ്യൂവൽ കൊടുക്കാം ഉം. അല്ലെ? ഫ്യൂവല് ഓക്കെ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പിടിച്ചോളെ. ഇതിനൊരു 100 ദിർഹംസാന്ന് വിചാരിച്ചോളെ. ഹലോ, ഓക്കെ. ടോട്ടൽ എമൗണ്ട് 100-ന് 5% എത്രയാ? 5. അപ്പൊ 105 നമ്മൾ ടോട്ടൽ എമൗണ്ട് എങ്കിൽ 100 ഫ്യൂവലിനാണ്. ഉം. ബാക്കി എന്താണ്? വാറ്റ്. വാറ്റ്. Right. പിടിച്ചോളെ. ഇങ്ങനെ വരും. വാറ്റ് കറന്റ് ലയബിലിറ്റീസിലിടുക. ആ ഈ സാധനം ഇട്ടോ. ഡ്യൂട്ടീസ് ആൻഡ് ആ ഡ്യൂട്ടീസ് ആൻഡ് അതിൽ അണ്ടർ അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങൾക്ക് പെട്ടെന്ന് ആക്കാൻ വേണ്ടി പോവാം. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് പോയി കഴിഞ്ഞാലേ, ഉദാഹരണം കൺട്രോൾ എൻ്റെ അടിക്കാം, ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എടുക്കാം. ഈ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് ഉണ്ട് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനുള്ളിലാണ്. കറന്റ് ലയബിലിറ്റീസിന്റെ. ഓക്കെ, ഞങ്ങൾക്ക് അതായത് ആ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഇതിനകത്ത് തെറ്റണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യണേ. ഞാൻ ഇത് ഓൾറെഡി അങ്ങനെ നമുക്ക് ശീലാണ്. ഇത് എനിക്കറിയാം ഇതിനുള്ളിൽ എന്താ ഇങ്ങനെ നടക്കണം, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എവിടുന്ന് എന്തിന്റെ ഉള്ളിലാണ് നടക്കണമെങ്കിൽ ആ സാധനം ക്ലിക്ക് ചെയ്യുക. ഫ്യൂവല് നമുക്കൊരു ഡൗട്ട് വേണം, ഇതിന് അണ്ടർ എന്തോ മാറിയോ. അപ്പൊ അവിടെയാണ് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ എൻ്റർ അടിക്കുക. അപ്പൊ അതിന്റെ ഉള്ളിൽ കണ്ട് കയറി തെറ്റ് അവിടെ തന്നെ തിരുത്താം. ഓക്കെ, വാറ്റ് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് തന്നെയാണ്. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എന്ന് പറയുമ്പോൾ കറണ്ട് ലയബിലിറ്റിയിലാണ് വരിക. നേരെ സേവ് ചെയ്യാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യാം, പേയ്മെന്റിൽ ഇത് കാണിക്കാം. എന്നാൽ ഇത് പർച്ചേസിലാണെങ്കിലോ നല്ല സുഖം. പർച്ചേസിന്റെ വാല്യൂ അടിച്ചു കൊടുത്താൽ മതി. നേരെ വാറ്റ് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ബുക്ക് ചെയ്തിടും. ഇവിടെ ലെഡ്ജറിലേക്ക് നമ്മൾ നേരിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ ഓട്ടോമാറ്റിക് പുഷ് ചെയ്ത് കഴിഞ്ഞാലും കയറുന്നത് ഒറ്റ ലെഡ്ജർക്കാം. ക്ലിയർ ആയോ? അതൊന്ന് കാണിച്ചു പർച്ചേസില്. ആ പർച്ചേസിൽ ഇത്രേ ഉള്ളൂ. പർച്ചേസിൽ ഇത്രേ ഉള്ളൂ. ഫ്യൂവല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതില് അതിനുള്ളിൽ 5% അടിക്കാൻ കാണിക്കണില്ല. 5%? അതില് വാറ്റിന്റെ ഒന്നും കാണിക്കണില്ല. ഏതില്? ഫ്യൂവൽ എക്സ്പെൻസ്, ഏത് എക്സ്പെൻസ് അതിൽ കാണിച്ചോ ഇല്ല എന്നുള്ളതല്ലേ. ഏത് എക്സ്പെൻസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാം, അങ്ങനെ ഇൻപുട്ട് റിക്കവർ, അതായത് എല്ലാ സാധനവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിനാണ് റിക്കവറബിൾ ടാക്സ് എന്ന് പറയാം. നമ്മൾ യു എ ബാന്റെ ക്ലാസ്സിനകത്ത് കൃത്യമായിട്ട് പറയുന്നത്. റിക്കവറബിൾ ടാക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ യു എനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാധനം, ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സാധനം നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? ഉദാഹരണം ഈ ഞാൻ പറയാം, ഇപ്പൊ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യു എയിൽ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്തു. എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് യു എയിൽ കുറച്ച് എമൗണ്ട് സ്പെൻഡ് ചെയ്തു. ആ എമൗണ്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ ആയോ? ടാക്സ് നമ്മൾ കൊടുക്കണം, പക്ഷെ ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പാടില്ല. ലോ ആണ്, നിയമമാണ്. ചില കേസുകൾ നമ്മൾ ടാക്സ് അടക്കും, പക്ഷെ റിക്കവർ ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട്. ഓനക്ക് ചിലപ്പം ടി ആറിന് അവന് തരാത്ത കേസ്, നമ്മൾ അങ്ങനത്തെ കുറെ കേസുകളൊക്കെ ചിലപ്പോൾ വിലങ്ങും തലങ്ങും ഒക്കെ വരും. നമുക്ക് ടാക്സിന് വിഷയം നമ്മൾ സാധനങ്ങളൊക്കെ തരില്ല എന്നൊക്കെ പറയും. നമുക്ക് അണ്ടർ വാല്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ടാക്സ് വാങ്ങുകയും ചെയ്യും. അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ റെസിസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ നല്ലൊരു ബിസിനസ് ആയിരിക്കും പോകും. അപ്പൊ നമ്മൾ കാര്യം നടക്കട്ടെ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, മുന്നോട്ടേക്ക് പോകും. അത്ര സാധനം നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ടോട്ടൽ എക്സ്പെൻസ് എന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എക്സ്പെൻസിനടുത്ത് വാറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ട്സിനകത്ത് അപ്പം എന്ത് ചെയ്യും, മിസ്റ്റേക്കുകൾ സംഭവിക്കും. ക്ലിയർ ആയല്ലോ? ഇനി ഏത് എക്സ്പെൻസ് ആയാലും അത് ക്ലെയിം ചെയ്യാനുള്ളതാണെങ്കിൽ അതിനുള്ളിൽ തന്നെ പെർസെൻറ്റേജ് ആഡ് ചെയ്യുക. പർച്ചേസിന്റെ മുകളിൽ പെർസെൻറ്റേജ് ആഡ് ചെയ്യുക. ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സാധനം അവിടെ കയറി വരും. പർച്ചേസില് നിങ്ങൾ പറഞ്ഞ എങ്ങനെ പർച്ചേസിൽ നമ്മള് ഗുഡ്സ് ആൻഡ് സർവീസ് അതേമാതിരി 5% വാറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
പക്ഷെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈ റെന്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്കുമ്പോ അങ്ങനെ 5% കൊടുക്കാൻ കഴിയില്ലല്ലോ. കഴിയല്ലോ. അതായത് പർച്ചേസില് എങ്ങനെ ഒന്നുകൂടി പറയണേ. ആ റെന്റിന്റെ ലെഡ്ജർ ഉണ്ടാക്കൂലേ, ആ അതിൽ നമ്മള് ഈ പർച്ചേസില് നമ്മൾ ഉണ്ടാക്കുമ്പോ അതില് 5% വാറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ആ പക്ഷെ ഈ അപ്പൊ നിങ്ങൾ ഇതുവരെ റെന്റിന്റെ വാറ്റ് ഒക്കെ മാനുവലി ചെയ്താണോ? ആ എല്ലാരും വാറ്റ് മാനുവലി ചെയ്താണോ? ഓട്ടോമാറ്റിക് വന്നില്ല. എക്സ്പെൻസിന്റെ മാത്രം. ബാക്കി ഏതൊക്കെ ഓട്ടോമാറ്റിക് വന്ന് പിന്നെ? പർച്ചേസിന്റെ ഓട്ടോമാറ്റിക്കൽ ഉണ്ട്. ആ പർച്ചേസിന് എനിക്കും വരുന്നില്ല, പർച്ചേസിന് എനിക്ക് കിട്ടിയില്ല. പർച്ചേസിൽ നിങ്ങൾ എങ്ങനെയായിട്ടാ വൗച്ചർ ടൈപ്പ് മാറ്റി വെക്കണ്ടായിരുന്നോ? എങ്ങനെ ടൈപ്പ് മാറ്റി വെക്കണ്ടായിരുന്നോ വൗച്ചറിൽ എൻ്റർ ചെയ്യുമ്പോൾ? നോക്കാം. പർച്ചേസ് അക്കൗണ്ടിലല്ലേ? നോക്കി 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 എനിക്ക് എക്സ്പെൻസിൽ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് വന്നനല്ലോ. വരും, എല്ലാവർക്കും വരും. അത് എന്തെങ്കിലും ചെറിയ എനി- മിസ്റ്റേക്ക് പറ്റി ഉണ്ടാവും. എനിക്കും കിട്ടി. ഓട്ടോമാറ്റിക് വരും, വരാതിരിക്കാൻ വഴിയില്ല. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ ചെയ്തതാണ് പറയുന്നത്. ഇപ്പൊ ആ. പർച്ചേസില് വാറ്റ് ഓൾറെഡി നമ്മൾ 5 അടിക്കുമ്പോ എമൗണ്ട് വരും. ഇപ്പൊ ഉം. 200 ആണെങ്കിൽ 200ന്റെ 5% അടിക്കും, 5 അടിച്ചിട്ട് നമ്മളെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ പർച്ചേസിന്റെ എമൗണ്ട് നമ്മള് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ എൻറ്റർ ചെയ്യണം. അത് അങ്ങനെ തന്നെ അല്ലേ ചെയ്യേണ്ടത്? അതിനൊരു അങ്ങനെ സിസ്റ്റം ഇല്ലല്ലോ. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷെ അങ്ങനെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക് വരും. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചെയ്യുന്നത് ഇപ്പൊ 200 ആണെങ്കിൽ 200നെ ഹരിക്കണം 105 × 100. ഇത് ഞാൻ ഫോണിലോ കാൽക്കുലേറ്റർ എടുത്തിട്ട് അതിൽ ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ആണ് ഞാൻ എമൗണ്ട് ഒക്കെ സെയിം തന്നെ ആയിരിക്കും, പക്ഷെ അങ്ങനെ മെനക്കെടേണ്ട ആവശ്യമില്ല. അതെ, ഞാൻ അതിനും അങ്ങനെ മെനക്കെടാതെ എന്തെങ്കിലും എന്താണ് വഴിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നോർമലി അതാണ് ഇപ്പൊ ചോദിച്ചത്. എല്ലാവർക്കും വന്ന ഒരു സാധനം ഏതാ ഒന്ന് പറഞ്ഞു. റെന്റിന്റെ എക്സ്പെൻസ് ഒന്ന് കാണിച്ചത്. എല്ലാവർക്കും കൃത്യമായിട്ട് വന്ന സാധനം ഏതാ? എക്സ്പെൻസിന് വന്നില്ല, പിന്നെ എന്താ വന്നത് ശരിക്ക്? അത് വന്നത് പർച്ചേസ് ശരിക്ക് പർച്ചേസ് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ആ ആ 5% കുറച്ചിട്ട് എൻ്റർ ചെയ്യണം. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് വാറ്റ് അവിടെ വരും. പക്ഷെ സെയിൽസിന് അങ്ങനെയല്ല. സെയിൽസിന് ഫുൾ എമൗണ്ട് അടിച്ചു കൊടുത്താൽ 5% കുറച്ചിട്ടാണ് അവിടെ കാണിക്കുക. അത് ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് മറ്റു സാധനമുണ്ട്, അത് ചെയ്യാത്തുള്ള പ്രശ്നം. പറഞ്ഞുതരാം. ഫുള്ളായിട്ട് കറക്റ്റ് ആയിട്ട് വന്നത് ഏതാ? സെയിൽസ്. പ്രോബ്ലം ആയിട്ടില്ല. പർച്ചേസിൽ ഏതാ വന്നത്? മറ്റു ഇപ്പൊ വന്നില്ല. ആർക്ക് ഫുള്ള് വന്നെന്ന് പറഞ്ഞേ? എക്സ്പെൻസ് വേറെ എന്തൊക്കെയാ പർച്ചേസിലുള്ളത് അത് പറയുങ്ങള്. ഒന്ന് എക്സ്പെൻസ്, പിന്നെ ആ പ്രോബ്ലം ഇവിടെ. സാധാ പർച്ചേസ് ലെഡ്ജറിൽ അടിക്കണത്. അതിലെന്തല്ലേ വേറെ എന്തൊക്കെയാ ഉള്ളത്? കാർ വാഷിന്റെ പേയ്മെന്റ്, കാർ വാഷിന്റെ പേയ്മെന്റോ? എന്തോ അല്ലുസ്ട്ര കാർ വാഷ് ഉണ്ടല്ലോ, ആ അതിന്റെ ആദ്യം നമുക്ക് ഓരോ നോക്കാം. റെന്റ് അല്ലേ? റെന്റ് അല്ലേ വരാത്ത മോനെ? ആ യെസ്, റെന്റ് അണ്ടർ എന്താ കൊടുത്തേ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇവിടെ എനിക്ക് ഈ 5% ഇതൊന്നും വന്നില്ല. അതെങ്ങനെ? ടാക്സബിള് 5%. എത്ര വരുന്നേ? ദാനം 100. സ്റ്റോക്ക് കയറി വന്നിട്ടുണ്ട്. ചേഞ്ച് മോഡ്. നെഗറ്റീവ് ക്യാഷ് അൺപെയ്ഡ് 100. ഈ സാധനങ്ങളൊക്കെ കറക്റ്റായി കൊടുക്കണം കേട്ടോ. ഇതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോണം. റെന്റ് പെയ്ഡ് 100. ഇതിനുള്ള എന്താ കൊടുക്കാം? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ്, വാറ്റ് 5%. വാറ്റ് കൊടുക്കണോ? ഇവിടെ വാറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കേണ്ട ആവശ്യമുണ്ടോ?
കൊടുക്കണ്ടേ? കൊടുക്കണല്ലോ. പർച്ചേസ് വേണ്ടേ? ടൈപ്പ് നമ്മളവരുണ്ട്. പർച്ചേസിനുണ്ട് നമ്മൾ ചെയ്തിട്ടില്ല. വൗച്ചർ ഇതിന് കമ്പനി മാറിക്കണം തോന്നുന്നുണ്ടല്ലോ. വാറ്റ് പേയബിൾ വന്നിനാ? എനിക്ക് ഓർമ്മ വന്നില്ലല്ലോ. വാല്യൂ പേബിൾ വരും. അങ്ങനെ വരാതൊക്കെ പേയ്മെന്റിൽ നേരെ വരില്ല. പർച്ചേസിൽ കംപ്ലീറ്റ് ആയ സാധനം വരും. ഉദാഹരണം ഒരു 1 ഇൻവോയ്സ് നമ്പർ 1 2 3 8. ഓക്കെ, പാർട്ടിയുടെ നെയിം, ഒരാളെ പേര് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഉദാഹരണം ABCD. സൺട്രി സപ്ലൈർക്ക് എന്താ പറയടാ? ക്രെഡിറ്റേഴ്സോ ഡെപ്റ്റേഴ്സോ? സപ്ലയർ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് അല്ലേ? ക്രെഡിറ്റേഴ്സ് കൊടുക്കുക. ഇവരെ കൃത്യമായിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കണേ. റെഗുലർ ER നമ്പർ ഇതൊക്കെ കറക്റ്റ് കൊടുത്താലേ ഇത് വർക്ക് ആവുള്ളേ. 2 3 4 ഒന്നും കൊടുത്തില്ല. കൊടുക്കാൻ വരില്ല. 1 2 3 4 5 6 അങ്ങനെ ഒരു എറർ മെസ്സേജ് വരുന്നു. 11 12 13. വെച്ചാല് ആ 15 ഡിജിറ്റ് ഇല്ലേ? ഹലോ, ആ ഡിജിറ്റ് സെറ്റ് ആവാഞ്ഞാലാണ് വരിക. ഇപ്പോഴും വന്നില്ല. ഇവിടെ ഓട്ടോമാറ്റിക് വരും. ഇതിലെവിടോ ഒരു സ്ഥലത്ത് എൻ്റർ ചെയ്യാൻ എന്തോരം മാറിപ്പോയത്. ഒന്നെങ്കിൽ കമ്പനി, എമിറേറ്റ്സ്, ഇതൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒന്നും വരില്ല. എന്റെ ഓർമ്മ ശരിയാണ്, അൻവർ സാഹിബ് ഇങ്ങനെ തന്നെ പറഞ്ഞത് സാറ്. അല്ല, 2 മാനുവലി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ മറ്റോള് പറഞ്ഞില്ലേ ഒന്നും വന്നില്ല അറിഞ്ഞില്ലേ? ഓ. അങ്ങനെ ആയാലും ആൻസർ ഒക്കെ ശരിയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം. പക്ഷെ അത് ഓട്ടോമാറ്റിക് വരണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? പർച്ചേസിൽ വാറ്റ് ഓട്ടോമാറ്റിക് എടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫസ്റ്റിൽ കൊടുക്കുന്ന റെന്റ് എടുക്കുന്നത്. സാധാരണ രീതിയിൽ ഇതിനകത്ത് തെറ്റ് വരുന്ന കേസുകൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക് വരാതിരിക്കണം. ഒന്ന്, നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് രജിസ്ട്രേഷൻ നമ്പറിൽ എറർ, അതായത് 15 ഡിജിറ്റ് ഇല്ലാതെ നിൽക്കാം. സപ്ലയറുടെ ഡീറ്റെയിൽ കറക്റ്റ് അല്ലാതിരിക്കാം. അതായത് എമിറേറ്റ്സും ഇതൊക്കെ മാറുമ്പോൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ഇങ്ങനെ ഇരിക്കാം. കറസ്പോണ്ടിങ് എൻ്റർ ചെയ്യുന്ന എക്സ്പെൻസുകളുടെ ഉള്ളിൽ വാറ്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കാതിരിക്കാം. വാറ്റിന്റെ അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിൽ കറക്റ്റ് പ്ലേസ് ചെയ്യാതിരിക്കുക. ഇത്തരം കേസുകളിൽ മാത്രമാണ് ഈ സാധനം ഓട്ടോമാറ്റിക്. അത് നമ്മൾ ഇരുന്ന് കണ്ടുപിടിക്കണം. വരും, ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാത്തിനും വരും. പർച്ചേസിനും വരും, സെയിൽസിനും വരും, എക്സ്പെൻസിനും എല്ലാം വരും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 15 ഡിജിറ്റ് അവിടെ എവിടെയോ എമിറേറ്റ്സ് എന്തോന്ന് മാറി കിടക്കുന്നുണ്ട്. ആ സാധനം ക്ലിയർ ആയി കഴിഞ്ഞാൽ ക്രിയേഷനിലെടുത്ത് ക്ലിയർ ആവണം. പർച്ചേസിന്റെ ഉള്ളില്, പർച്ചേസ് ലെഡ്ജറിന്റെ ഉള്ളില് ക്ലിയർ ആവണം. പിന്നെ സപ്ലയറുടെ ഉള്ളില് കറക്റ്റ് ആവണം. എല്ലായിടത്തും ഈ ടാക്സിന്റെ കാര്യങ്ങൾ കൊടുത്താലാണ് ഇത് ഓട്ടോമാറ്റിക് വരിക. ഇനി ഓട്ടോമാറ്റിക് വന്നില്ലെങ്കിൽ നിങ്ങൾ മാനുവലി ചെയ്ത് കഴിഞ്ഞാലും അക്കൗണ്ട്സിൽ തെറ്റുണ്ടാവില്ല. പക്ഷെ മാനുവലി ചെയ്യുന്നതിലേക്ക് പോവരുത്, ഓട്ടോമാറ്റിക് വരണം. അപ്പോഴല്ലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാം നമ്മൾ മാനുവൽ ചെയ്യുന്നതുകൊണ്ട് കാര്യം. ഇപ്പൊ നസ്രീം പറഞ്ഞ ഫുള്ള് ഓട്ടോമാറ്റിക് ചെയ്തതിൽ തെറ്റൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എത്ര വെച്ചിട്ട് ചെയ്യും നമ്മള്? ആയിരക്കണക്കിന് ട്രാൻസാക്ഷൻ എത്ര കാലം വെച്ച് നിങ്ങൾ മാനുവലി എഡിറ്റ് ചെയ്യും? മാനുവലി എഡിറ്റിംഗ് പിന്നെ തെറ്റാനുള്ള എറർ ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ഞാൻ ഈ എക്സ്പെൻസുകൾ ചെയ്യുന്നതിന് ചെറിയൊരു വീഡിയോസ് ആക്കി ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കി തരാം. കറക്റ്റ് ആയിട്ട് ഞാൻ അതിന്റെ TR നമ്പറും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തിട്ട് എക്സ്പെൻസുകൾ ഓട്ടോമാറ്റിക് വരുന്ന രീതിയിൽ അതൊന്ന് വീഡിയോ ആക്കി ചെയ്തുതരാൻ കഴിയുമോ നോക്കട്ടെ. നിങ്ങൾക്ക് അതിന് ടൈം അയക്കാൻ മനക്കിടുന്നില്ല. പർച്ചേസിൽ ചെയ്തിട്ടുണ്ടോ? പർച്ചേസിൽ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഓട്ടോമാറ്റിക്കലി വരും. എങ്ങനെ? പർച്ചേസിൽ ഈ ടാക്സ് ബ്രേക്ക് ഡൗൺ ആയി വരും. എമൗണ്ടും വരും. നമ്മൾ ഫുൾ എമൗണ്ട് അടിച്ചു കൊടുത്താൽ മതി. വരും. ഫുൾ എമൗണ്ട് അടിച്ചു കൊടുത്താൽ അതിന്റെ എമൗണ്ട് അടിച്ചു കൊടുക്കുക. അതായത് ടാക്സബിൾ വാല്യൂ ഇല്ലേ? ടാക്സബിൾ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ബില്ലായാലും സെയിൽ ബില്ലായാലും നമ്മൾ ടാക്സബിൾ വാല്യൂയിൽ അടിക്കുക. ഓട്ടോമാറ്റിക് ബില്ല് അതിന് ക്രിയേറ്റ് ചെയ്ത് വരല്ലേ ഇതിന്. സെയിൽസിൽ ഇപ്പൊ അങ്ങനെയാണ് വരുന്നത്, പർച്ചേസിൽ അങ്ങനെ വരുന്നില്ല. സെയിൽസിൽ വരുന്നുണ്ട്, പർച്ചേസിൽ വരുന്നില്ല. സെയിൽസിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടുന്നുണ്ട്. പർച്ചേസിൽ നിങ്ങൾ ഏത് വാല്യൂ അടിക്കുന്നു? ടോട്ടൽ വാല്യൂ അടിച്ചു കൊടുക്കുന്നത് അല്ല, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വാറ്റ് വേറെ ആക്കിയിട്ട്. പർച്ചേസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ടാക്സബിൾ വാല്യൂ ആണ് അടിച്ചു കൊടുക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കണം, ടാക്സബിൾ വാല്യൂ നമ്മൾ അടിച്ചു കൊടുക്കണം പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. ഇല്ലെങ്കിൽ അതിന്റെ സെറ്റിംഗ്സ്, അതിന് ഞാൻ ചെറിയ വീഡിയോ ഉണ്ടാക്കി തരാം അതെങ്ങനെയാണെന്ന് ചെയ്യാന്നുള്ള. ഈ ഓക്കെ, സെയിൽസിന്റെ ഇനി സെറ്റിംഗ്സിൽ ഒരിക്കലും മാനുവൽ Sir, എന്ത് ചെയ്യരുത്, ചെയ്യരുത് കേട്ടോ. പറയുമ്പോ മാനുവൽ ചെയ്യുന്ന പരിപാടികൾ നിർത്തണം. അത് ഒരിക്കലും അതിനൊരു ലൈഫില്ല. ചെയ്താൽ ആൻസർ ഒക്കെ റെഡി ആവും, തെറ്റൊന്നുമില്ല, പക്ഷെ അതിനൊരു കമ്പനി ലൈഫില്ല. സെറ്റിംഗ്സില് കമ്പനി സെറ്റിംഗ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതും കൂടി അതില് ഇൻഫോം ചെയ്യണം കേട്ടോ. അത് വീഡിയോ വീഡിയോ ആക്കിയിട്ടാണോ വേണ്ടത്? അതിപ്പോ ചെയ്ത് പറഞ്ഞു തരുമ്പോളേ ചില അല്ല, അതിൽ അതിലെന്തേ സെറ്റിംഗ്സ് എന്തേ മാറ്റാനാണോ? മാറ്റണം, ചേഞ്ച് ചെയ്യണം. ജസ്റ്റ് കൺട്രോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ആയിട്ട് മാറും. അത് ഞാൻ വീഡിയോ ആക്കി തരാം. ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ആക്കി തരാം. സെയിൽസ് നമ്മൾ അങ്ങനെ മാറ്റിയതാണ്. എങ്ങനെ പർച്ചേസ് സെയിൽസ് അങ്ങനെ സെയിൽസിന്റെ മാറ്റിയതാണ്, അതേ ഇൻക്ലൂസീവ് ആക്കിയതാണ്. സെറ്റിംഗ്സിൽ പറഞ്ഞുതരാം പർച്ചേസ് മാറ്റി. ചെയ്യണേ. ഞാൻ ചെറിയ ഷോർട്ട് വീഡിയോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇട്ടരാം. അപ്പൊ നിലവിൽ പറഞ്ഞു വരുന്നത്, പർച്ചേസിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഇൻപുട്ട് റെക്കവറബിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ പർച്ചേസിൽ നിങ്ങൾ എൻ്റർ ചെയ്യാം. എക്സ്പെൻസിൽ എൻ്റർ ചെയ്താലും തെറ്റൂല, പക്ഷെ ആ എമൗണ്ട് ചെയ്യണം. ജേണലിൽ ചെയ്ത് കഴിഞ്ഞാലും തെറ്റൂല. ഈ പറയുന്ന നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും നമുക്ക് ജേണലിലാക്കി ചെയ്യാം. എവിടെ വാറ്റ് കൊടുക്കുന്നുണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സാധനം വാറ്റിനകത്തേക്ക് എന്ത് ചെയ്യും, ലെഡ്ജറിലേക്ക് ആ സാധനങ്ങൾ വരും. ആ സാധനം നേരെ ബാലൻസ് ഷീറ്റിൽ പേബിൾസിൽ അത് അതേപോലെ റിഫ്ലക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ മാനുവൽ ചെയ്ത് കഴിഞ്ഞാലും പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ജേണലിൽ ചെയ്ത് കഴിഞ്ഞാലും വാറ്റ് എന്നുള്ള ലെഡ്ജറിലേക്ക് ബുക്ക് ചെയ്ത നേരെ അങ്ങോട്ടേക്ക് പോകും. പക്ഷെ ഉള്ള പ്രശ്നം എന്താ പറയുക, പർച്ചേസിൽ അല്ലാത്ത രീതിയിൽ ചെയ്യുന്നിടത്തുള്ള പ്രശ്നം, വീണ്ടും അവിടെ 201 റിപ്പോർട്ട് എടുക്കുന്ന നമുക്ക് ഒരു റീകൺസിലേഷൻ, ഒരു എറർ മെസ്സേജ് വരും. ബാലൻസിൽ ഒന്നും തെറ്റൂല കേട്ടോ. നമ്മൾ അതിന്റെ റിപ്പോർട്ട് എടുത്ത് റീകൺസിൽ, ഇപ്പം GST നിങ്ങൾക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, അവിടെ ഒരു എന്ത് ചെയ്യും, അൺകാറ്റഗറൈസ്ഡ് സാധനമായിട്ട് അവിടെ കാണിക്കും. അതിന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ GSTR 1 2A ഡാറ്റയിൽ എന്ത് ചെയ്യില്ല, ഈ സാധനം ഫെച്ച് ചെയ്ത് വരില്ല. അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് അവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, പറഞ്ഞോളൂ. മറ്റേ ഇൻക്ലൂസീവ് ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടല്ലോ, ആ അത് നമ്മള് ആ ഇൻക്ലൂസീവ് ആയിട്ട് എമൗണ്ട് അടിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക് ആയിട്ട് വരല്. ഏത് ടാക്സബിൾ വാല്യൂ അടിക്കുന്ന സമയത്ത് ബാലൻസ് എമൗണ്ട് അവിടെ വരും. ഞാനിപ്പോ ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല്, ആ ഇപ്പൊ 100 ദിർഹംസിന്റെ അതാണെങ്കിൽ അതില് ടാക്സ് ഒഴിവാക്കിയിട്ടുള്ള എമൗണ്ട് എൻ്റർ ചെയ്യും. വാറ്റ് പേയബിൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് വാറ്റ് പേയബിൾ കൂടിക്കാണ്ട് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അങ്ങനെ തന്നെയാണോ ചെയ്യല്? അങ്ങനെ ചെയ്യാം. അപ്പൊ നോർമലി നിങ്ങൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ബില്ല് കിട്ടൂലേ? ആ പർച്ചേസ് ബില്ലിന് എമൗണ്ടിൽ ടാക്സബിൾ വാല്യൂ വേറെ തന്നെ കാണിക്കും. ആ ടാക്സബിൾ വാല്യൂ അടിച്ചെടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു എമൗണ്ട് അവിടെ വരും. നോർമലി ബില്ലിംഗ് ഉള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാം, ടാക്സബിൾ വാല്യൂ മാത്രം അടിച്ചു കൊടുക്കുക ചെയ്യാം. ഇതില് അപ്പൊ ഈ അങ്ങനത്തെ ഗ്രൂപ്പിലുള്ള നമ്മളോട് അങ്ങനെ നമ്മൾ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ബില്ലുകളിലൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യാം. അതായത് ഇതിൽ ടാലിയിൽ നമുക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ ആണ് തരാൻ വേണ്ടി പറ്റാം. ഇതിനെ ഏത് രീതിയിലും ചെയ്യാൻ പറഞ്ഞില്ല. ഈ പർച്ചേസ് തന്നെ ഇതിന് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാലോ. പർച്ചേസ് നേരെ പേയ്മെന്റിലേക്ക് അടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ജേണൽ ചെയ്താലും സംഭവിക്കും. നമ്മളെല്ലാം എങ്ങനെയും ചെയ്യാൻ ഒരു ഐഡിയ ആണ് തരുന്നത്. ഐഡിയ നിങ്ങൾക്കാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പൊ നേരത്തെ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ, പേയ്മെന്റ് നേരെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാം. അതിനെ നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് റിപ്പോർട്ട് കിട്ടുന്ന ഗ്രൂപ്പ് ആക്കിയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ്. ഇപ്പൊ ഒരാളൊരു പോസ്റ്റർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോ കാര്യങ്ങളും വെച്ചൊരു പോസ്റ്റർ ഉണ്ടാക്കാം. ക്രിയേറ്റീവ് സൈഡ് നിങ്ങളതാണ്. റിപ്പോർട്ട് എങ്ങനെ വരണം, അതിലെങ്ങനെ വരണം, അത് നമുക്ക് അതാണ് ടാലിയിൽ നമുക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിലൊരു റിപ്പോർട്ടിംഗ് സ്കില്ലും കൂടി വരാനുണ്ട്. ചെയ്ത് കഴിയുമ്പോഴാണ് എക്സ്പീരിയൻസ് ആവുക. ഓക്കെ, അപ്പൊ എനിക്കൊണ്ട് കുറച്ചും കൂടി ആളുകൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ടാലിയിലെ കുറച്ച് കാര്യങ്ങൾ സെഷൻസ് ആവശ്യമായിട്ട് വരില്ല. ഞാൻ പറയുന്ന ഇന്റേൺഷിപ്പ് പോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നില്ല. പല സ്ഥലങ്ങളും സ്റ്റെക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന് നമുക്കൊരു വഴി കാണാം. ജേർണലിന്റെ ഒക്കെ കാര്യത്തിലാണ് ഈ കൂടുതൽ സ്റ്റെക്ക് ആയത്. ജേർണലിൽ സ്റ്റെക്ക് വരുന്നുണ്ട്. ആ ജേർണൽ വെച്ചാൽ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അത് ഏത് സെക്ഷനിലാണ് അത് അതിന്റെ ലെഡ്ജർ എങ്ങനെയാ വരേണ്ടത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ ഒരു 4 ആൾക്കാരാണ് എക്സൽ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് എക്സൽ അതിൽ ആ ഒരു ഫുൾ ട്രാൻസാക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് ആവശ്യമുണ്ടോ? അൻവർ പറഞ്ഞതിൽ കൂടാതെ
എല്ലാ സെഷനും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അതിനകത്ത് ഓരോ ട്രാൻസാക്ഷൻസും കുറച്ച് ടൈം കൊടുക്കും. ക്ഷമയുള്ള ആൾക്കാരെ ഒന്ന് വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എക്സലിലെ മൊത്തം സെഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട് അതൊന്നും ഇതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സെഷൻ വെക്കണോ? ഹലോ, വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാവും. എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞോ. അതായത് നിങ്ങളിപ്പോ നിലവിൽ പോയതല്ലേ, ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ആക്കിയിട്ട് മതി, അതല്ല ലൈവ് ക്ലാസ് ആയിട്ട് വേണോ? അല്ല, ക്ലിയർ ആവാതെ ഒപ്പിച്ച് പോയിട്ട് കാര്യമില്ല. സ്റ്റെക്ക് ആവുന്ന നിങ്ങളായിരിക്കും. നിങ്ങൾ അതാ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് ഒരു ടൈം എക്സലിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അത് എക്സലിൽ എല്ലാവരും ഇരിക്കണമെന്നില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എക്സലിൽ ലൈവ് തന്നെ ഡൗട്ട് ഇല്ലാത്ത നല്ലത്. ആളുകൾ മാത്രമേ എക്സൽ എല്ലാവരും ഇരിക്കണം എന്നില്ല. ഡൗട്ടുള്ള ആളുകൾ മാത്രം ഇരുന്നാൽ മതി. എക്സലിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈവ് ആയിക്കാരം നല്ലത്. നോൽക്ക് അപ്പൊ തന്നെ ചോദിക്കാലോ. എന്താണ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ? ആ. എനിക്കോട് അതിലൊരു 3 ആൾക്കാരെ കണ്ട. ആ 3 ആൾക്കാരെ ഇനി ഏതെങ്കിലും ഒരു സമയത്ത് ഞാൻ മോർണിംഗ് ഏതെങ്കിലും സെഷൻ ആയിരിക്കും ആൾക്കാർ, രാത്രി അല്ലാതെ. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഗ്രൂപ്പിൽ ചോദിച്ചാലേ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല. പ്രത്യേകിച്ച് എൻ്റെ പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റിപ്ലൈ നോക്കാൻ കഴിയൂല. അത്രയും മെസ്സേജുകളാണ്. ഇപ്പം ഞാൻ മൊത്തം ക്ലിയർ ചെയ്ത് കയറിയത്. ഇപ്പം തന്നെ നോക്കിയാൽ നിങ്ങൾ 125 മെസ്സേജായി. ഇപ്പൊ ഞാൻ ഫുള്ള് ക്ലിയർ ചെയ്താണ് ഇപ്പൊ ഒന്ന് ഞാൻ ക്ലാസ് കയറുന്നതിന് മുമ്പ്. അപ്പൊ ഇതൊക്കെ ചിലയിരിക്കും. ഞാൻ ഇന്നലെ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടില്ലേ, മൂപ്പര് ഞാൻ തമാശ ഗ്രൂപ്പാണ് പറയുന്നത്, മൂപ്പര് ഭയങ്കര സീരിയസ് ആക്കില്ല. പക്ഷെ ഇങ്ങനെ മെസ്സേജ് അയക്കുക, സാറേ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇങ്ങനെ തന്നെയല്ലേ ഇടല്, ഈ വീഡിയോ ഇട്ടാൽ ഇതിന്റെ ഇടയിൽ കമന്റ് ഇട്ടത് വരും, ഇതൊക്കെ ഇതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം. ഇല്ലെങ്കിൽ അപ്പൊ ഗ്രൂപ്പിലിടും. ഞാൻ പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നു, അവിടെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഇടുന്നറിയും. അപ്പൊ ഞാൻ കാര്യമായിട്ട് അപ്പുറം പോയി നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ഇട്ട് വരും. പിന്നെ കഥകള്, സെന്റിമെന്റ്സ്, സ്റ്റോറികൾ, ഇതൊക്കെ വായിക്കാൻ നിങ്ങൾ തന്നെ ആലോചിക്കും, കഴിയൂല. നമ്മൾ മനുഷ്യന്മാരല്ലേ, എത്ര ആൾക്കാരെ മൂപ്പരത് കുറച്ച് ഓവറാണ്. മൂപ്പരത് കുറച്ച് ഓവറായിരുന്നു. അത് കഴിയാത്തോണ്ടാണ് നമ്മള് വെറുതെ, അതായത് മൂപ്പര് പറയുന്നതിൽ കാര്യമില്ലാത്ത, പക്ഷെ കഴിയണ്ടേ നമുക്ക്. നിങ്ങളെ പോലത്തെ നമുക്ക് ഇത്ര ആളുകൾ നോക്കുന്നുണ്ട്, 10-38,000 ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ പലരും ചോദിക്കും. പ്രധാനപ്പെട്ട സാധനങ്ങൾ വരെ ഞങ്ങളെ കയ്യിൽ നിന്ന് പോവാണ്. ഇപ്പൊ ചില ആളുകൾ വളരെ സീരിയസ് ആയിട്ട് അർജന്റ് ചോദിക്കും, സാറേ ഇപ്പൊ ആൻസർ പറഞ്ഞാലും ചോദിച്ചാൽ അമ്മക്ക് ആൻസർ കൊടുക്കേണ്ട ആളുകളാണ്. പക്ഷെ ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊന്നും നോക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ സെഷൻ സാർ പോയോ? സഡൻ ഡിസ്കണക്ട് ആയത്. സാറിന്റെ മ്യൂട്ടായി. ഹലോ, എന്റെ മ്യൂട്ടായോ? ഓക്കെ. നിങ്ങളുടെ അപ്പൊ മ്യൂട്ടായി. ഞാന് എന്റെ മ്യൂട്ടായല്ലേ, ഒന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്യാം. അതായത് ഞാൻ അൻവറായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ, എവിടേക്കാണ് മേജറുകൾ. എല്ലാ ഡിസ്കഷനും അൻവറായിട്ട് നടത്തണം ഗ്രൂപ്പിനകത്ത്. അപ്പൊ അൻവർ ഈ സാധനം എൻ്റെ അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് എവിടെയാണ് സ്റ്റെക്ക്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരും. അപ്പൊ ഇന്നത്തെ സെഷന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ചെറിയൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്, ഒന്ന് കയറി തല കാണിച്ച് പോരേണ്ടതുണ്ട്. നാളെ നമ്മുടെ പ്രാക്ടിക്കൽ അക്കൗണ്ട്സിന്റെ ലൈവ് സെഷൻ ഉണ്ട്, അവിടെ അത് കയറാം. അവിടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സെഷൻ തന്നെയാണ്. അപ്പം ടാലിയിലെ സെഷൻ തന്നെയാണ് നാളെ വരുന്നത്. നാളെയും പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. മറ്റന്നാൾ നമുക്ക് ഇതിന്റെ മറ്റൊരു സാധനങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. ഞാൻ വിചാരിച്ച പോലെ പർച്ചേസിന്റെ വീഡിയോ ആക്കി ഇട്ടാലും മതി. പർച്ചേസിന്റെ സെയിൽസിന്റെ ഇൻക്ലൂസീവ് ഉള്ളത്. ഓക്കെ. അല്ല, എന്തായാലും എക്സലിന് എന്തായാലും ഞാൻ ലൈവ് കയറാം. മൊത്തത്തിൽ ആൾ കയറേണ്ട ആവശ്യക്കാർ മാത്രം കയറാം. എക്സലിന് മാത്രം എക്സലിന്റെ ഓക്കെ. നടത്താം. ബാക്കിയുള്ള നമുക്കൊരു വീഡിയോ ഷോർട്ട് വീഡിയോസ് ആക്കി ചെയ്തുതരാം. പർച്ചേസ് മാത്രമേ ഡൗട്ട് ഉള്ളൂ. ഈ സെഷൻ റെക്കോർഡിംഗ് ഞാൻ തരാം. ഞാൻ യൂട്യൂബിന് ഏതെങ്കിലും പ്രൈവറ്റ് ലിങ്ക് ആക്കി ഇട്ടുതരാം. ഓക്കെ, ഡൺ. അപ്പൊ ഇന്ന് പിരിയാൻ ഞാൻ ഒന്ന് തല കാണിച്ചു വരാം. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്ക് ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്യാം. ബൈ.